സൂക്ഷിപ്പാൻ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്നലെയും ഇന്നുമായി 2 ദിവസങ്ങളിങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ കൂടുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഈ സഭയുടെ ശുശ്രൂഷകനോടും ഇതിൻ്റെ ലീഡർഷിപ്പിലുള്ള പ്രിയപ്പെട്ടവരോടും ദൈവസ്നേഹത്തിൽ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ പാസ്റ്ററെ കണ്ടിട്ടില്ല, മറ്റൊരാൾ ത്രൂ ആണ് ഈ മീറ്റിംഗ് എടുത്തത്. സ്തോത്രം. എന്നിട്ടും ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അതുപോലെ എന്നെ ട്രാൻസ്പോർട്ടേഷനിൽ ഇന്നലെ രാത്രി ഒരു അങ്കിളിനെ കൊണ്ടുവിട്ടു. ഷാരൻ ബ്രദർ എന്നെ ഇന്ന് പിക്ക് ചെയ്തു. അങ്ങനെയൊക്കെ എന്നെ സഹായിച്ച പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം കർത്താവ് നമുക്ക് ദാനമായി തരുന്നല്ലോ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സഭ ആയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ ദ വേ ഓഫ് യു ആർ റെസ്പോണ്ടിങ് ടു ദ വേർഡ്, അതൊക്കെ എനിക്കും വളരെ സന്തോഷമാണ്. ചില സ്ഥലത്ത് ചെന്ന് നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ. ചിലടത്ത് ചെന്നാൽ നമ്മൾ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാനുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയം തോന്നും. കാരണം ദൈവസന്നിധിയിൽ സന്തോഷിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഫ്രീ ആയിട്ടില്ല. ഞാൻ പറയാറുണ്ട്, കർത്താവിൻ്റെ സന്നിധി വന്നിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എവിടെ പോയി സന്തോഷിക്കും? അവൻ്റെ വലതുഭാഗത്ത് എന്തുണ്ട്? സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ട് എന്ന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് 1 മണിക്കൂറുകൾ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിലുണ്ട്. ഞാൻ വീണ്ടും ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പറയാം. നമ്മളൊരു ബുക്ക് നമ്മൾ പഠിക്കാൻ പോവാം. അടുത്ത 1 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഐ എം ഗോയിങ് ടു ടീച്ച് യു വൺ ബുക്ക്. ബൈബിളിലെ ഒരു പുസ്തകം നിങ്ങളെ പഠിപ്പിക്കാം. അപ്പോൾ തന്നെ അതിനകത്തുള്ള ആത്മീയ സന്ദേശം കൂടെ നിങ്ങളോട് പറയാൻ ഇടയാവും. നിങ്ങൾ എൻ്റെ കൂടെ വരണം. വളരെ ഫാസ്റ്റായിട്ട് പോകും. 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാനൊരു സെമിനാർ എടുക്കാറുണ്ട്, ഹോളി ബൈബിൾ ഇൻ 7 hours. പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിൽ ഞാൻ വിസിറ്റ് ചെയ്യുന്ന 12ാമത്തെ രാജ്യമാണിത്. പല രാജ്യങ്ങളിൽ ആ സെമിനാർ എടുക്കാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കേൾക്കുന്നവർക്ക് അത് ഡൈജസ്റ്റ് ആകത്തില്ല. 7 മണിക്കൂർ കൊണ്ട് ബൈബിൾ പഠിക്കാം എന്ന ഒരു കാര്യം ഡൈജസ്റ്റ് ആവില്ല. പക്ഷേ ഡൈജസ്റ്റ് ആവും. 7 മണിക്കൂർ കൊണ്ട് നമുക്ക് ബൈബിൾ പഠിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. കാരണം ബൈബിളിൽ 111 ഇവൻസുകൾ മാത്രമേ ഉള്ളൂ. ബൈബിളിൽ 111 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 111 സംഭവങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് ബൈബിളിൻ്റെ തിയോളജിയല്ല, വാട്ട് ഈസ് ബൈബിൾ, ബൈബിൾ എന്താണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ 1 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങളെ മലാക്കി പ്രവചനം പഠിപ്പിക്കാം. നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പോലൊന്നുമല്ല. എന്നാൽ എന്താണ് മലാക്കിയുടെ പ്രവചനമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ദൂതുള്ള ഒരു പുസ്തകമാണ് മലാക്കി പ്രവചനം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദാഹമുള്ള ജനമായിട്ടിരിക്കണം. ഈ ചില പിള്ളേരുണ്ട്, ഈ ആഹാരം കൊടുത്താൽ മതി അങ്ങ് തിന്നോളും. ചിലരുണ്ട് ഫ്രിഡ്ജിലൊക്കെ കയറി അങ്ങ് എടുത്ത് കഴിച്ചോളും. അങ്ങനെ കഴിക്കുന്ന പിള്ളേരെ നമുക്ക് ഇഷ്ടമാണ്. ചിലർക്ക് നമ്മൾ വിളമ്പി വെക്കണം, അതിൻ്റെ അടുത്തൊരു ചൂരിലൂടെ വെക്കണം. അവരെ തീറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവവചനത്തിന് ഭയങ്കര ദാഹമുണ്ടാകണം. പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഒരുവൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. ഓരോരുത്തരും രക്ഷിക്കപ്പെടണം. രണ്ടാമത് ദൈവം ആഗ്രഹിക്കുന്നത്, യു മസ്റ്റ് ബി സ്കോളേഴ്സ് ഓഫ് ദ ട്രൂത്ത്. സത്യം സംബന്ധിച്ച് നിങ്ങൾക്കൊരു ലോവർ ലെവലിലുള്ള അറിവല്ല ഉണ്ടാകേണ്ടത്, നിങ്ങൾ സ്കോളേഴ്സായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നു, പാസ്റ്റർ എന്നാണ്ട് നാശത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി വരിക. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. നാട്ടിൽ പണ്ടൊക്കെ പെന്തിക്കോസുകാർക്ക് വീടിന് മതിലില്ലായിരുന്നു. അഥവാ മതിലുണ്ടെങ്കിൽ അതിലൊരു വാക്യം എഴുതിയാൽ നമ്മൾ ഈ വാക്യം എഴുതത്തുള്ളൂ.
കത്തുന്നവൻ്റെ അന്ധകരണം കാന്തറം. എനിക്കതിനകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ചില കത്തോലിക്ക സഭയുടെയൊക്കെ മതിലെ വഴി ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ. ഞാൻ ഈ വാക്യമൊക്കെ ഇങ്ങനെ ചില സമയങ്ങൾ വായിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നാറുണ്ട്. ആ വാക്യം നമ്മൾ പള്ളിയുടെ മുറ്റത്ത് ഗേറ്റിൻ്റെ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്, സകല എല്ലാം കത്തി അഴിയും, സകല അഹങ്കാരികളും താഴെ. നമ്മൾ പേടിപ്പിച്ച നമ്മളോട് അങ്ങനെ പറയുന്ന ഇഷ്ടം. പ്രവാചകനൊക്കെ വന്നിട്ട് പറയത്തില്ല, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ സംഹാരകൻ എന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്ന യഹോവയായ ദൈവത്തെക്കുറിച്ചാണ്? നിങ്ങൾ പോയിട്ട് നഹൂം പ്രവചനം ഇന്ന് വായിച്ചു നോക്കണം. അവിടെ സംഹാരകൻ എഴുതിയേക്കുന്ന പിശാചിനെ കുറിച്ചല്ല, യഹോവയായ ദൈവത്തെക്കുറിച്ചാണ്. ഞാൻ നിനക്കെതിരെ വരുന്നു, നിൻ്റെ രഥങ്ങളെ തീയിലിട്ട് ചൂട്ട്, നിൻ്റെ ബാലസിംഹങ്ങളെ ഛേദിച്ച് നിൻ്റെ പട്ടണത്തെ ശൂന്യമാക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. ഈ യോന പോയി അവിടെ നിനവെ പ്രസംഗിച്ചേ, അവർ മാനസാന്തരപ്പെട്ട് ദൈവം അനുതപിച്ച് അവരുടെ കഷ്ടമൊക്കെ മാറ്റി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ദൈവത്തിന് മഹാകോപം ഉണ്ടായി. ദൈവം നഹൂം പ്രവാചകനെ അയച്ചിട്ട് അവർക്കെതിരെ സംഹാരകനായി ചെല്ലുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് നഹൂം പ്രവചനം. നമ്മൾ ആ വാക്യം എടുത്തിട്ടാണ് മുഴുവൻ സംഹാരകനെയും നമ്മൾ ശാസിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്നാ നടത്തില്ല, നമുക്ക് അങ്ങനെ ഒരു പേടിപ്പിക്കുന്നൊരു സ്പിരിറ്റ് ഉണ്ടോ എന്നെനിക്ക് ചിലപ്പോൾ സംശയിക്കാറുണ്ട്. സത്യം പറയാൻ ഞാനെന്ന് ഈ വാക്യം വായിച്ചതേ ഉള്ളൂ, നിങ്ങളോട് നല്ല കാര്യം പറയാൻ വേണ്ടിയായിരിക്കുന്നത്. പണ്ടൊരു സഭയിലൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഏത് വാക്യം എടുത്താലും വിശ്വാസികളെ കുറ്റം പറയും. നിങ്ങളാരും സ്വതന്ത്രം പറഞ്ഞില്ല. ഏത് വാക്യം എടുത്താലും വിശ്വാസികൾ കേട്ട് ഇടപാടത്തി. ലാസ്റ്റ് ഒരു ഞായറാഴ്ച ഇവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി ഒരു കാര്യം തീരുമാനിച്ചു. പള്ളി തുറക്കാൻ വേണ്ടി പാസ്റ്റർ വാതക വന്നപ്പം അവർ പറഞ്ഞു, പാസ്റ്ററെ പള്ളി തുറക്കുന്നതിന് മുമ്പ് ഇന്ന് ഞങ്ങൾ തരുന്ന വാക്യത്തിൽ നിന്ന് പാസ്റ്റർ പ്രസംഗിച്ചാൽ മതി, അങ്ങനെ ഉണ്ടെ തുറന്നാൽ മതി എന്ന്. പുള്ളി കാര്യം പറഞ്ഞാൽ കുറ്റമൊക്കെ പറഞ്ഞില്ല, നല്ല മനുഷ്യൻ. പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല, ഏത് വാക്യമാണെന്ന് ചോദിച്ചു. അവരൊരു പേപ്പറിലൊരു വാക്യം എഴുതി കൊടുത്തു, ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ഇതിനകത്ത് ഇപ്പോൾ ആരെ കുറ്റം പറയാനാ? പുള്ളി പറഞ്ഞാൽ എല്ലാം കുഴപ്പമില്ല, പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. പുള്ളി സ്റ്റേജ കയറിയിട്ട് പറയാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലാതെ ഇവിടുത്തെ ഒരുത്തനുമല്ല ഇതൊന്നും ഉണ്ടാക്കിയത്. അപ്പോൾ കുറ്റം പറയാനാണെങ്കിൽ ഏത് വാക്യം എടുത്താലും കുറ്റം പറയും. ഞാൻ ഐ പ്രോമിസ് യു, ഞാൻ കുറ്റം പറയാനില്ല, നല്ല കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ പുസ്തകം ഒന്ന് പഠിച്ചാൽ ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഭാഗം അങ്ങോട്ട് ചൂള പോലെ കത്തുന്നത് അങ്ങ് വിടാം. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളോ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്കൊരു ആശ്വാസമാകും. സ്തോത്രം. മലാഖി പ്രവചനം പഴയ നിയമത്തിലെ ലാസ്റ്റ് ബുക്കാണ്. കുറച്ച് കാര്യങ്ങൾ ഒരു അടിത്തറ ഇട്ടിട്ട് നമുക്ക് ദൂതിലേക്ക് പോവാം. പഴയ നിയമത്തിന് 2 അവസാനങ്ങളുണ്ട്, നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. ഒന്ന് ഹിസ്റ്റോറിക്കൽ എൻഡുണ്ട്, പ്രോഫറ്റിക്കൽ എൻഡുണ്ട്. ചരിത്രപരമായ അവസാനമുണ്ട്, പ്രാവചനികമായ അവസാനമുണ്ട്. ചരിത്രപരമായ കാര്യങ്ങൾ അവസാനിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം കൊണ്ട് ചരിത്രം അവസാനിക്കും. സ്തോത്രം. പ്രവചനം അവസാനിക്കുന്നത് മലാഖിയുടെ പ്രവചനം കൊണ്ടാണ് അവസാനിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ വാക്യം 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയ പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ അയക്കും. ഐ വിൽ സെൻഡ് ദ മാൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് എലൈജ. ഏലിയാവിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏലിയ പ്രവാചകനെ അയക്കുമെന്നാണ് മലാഖി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ മൂലഭാഷയിലെ ട്രാൻസ്ലേഷന് ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഏലിയാവിനെ അയക്കുമെന്നല്ല പറയുന്നത്, ഞാൻ ഐ വിൽ സെൻഡ് എ മാൻ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് എലൈജ. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി ഞാൻ ഒരു മനുഷ്യനെ അയക്കും. അത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്?
സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞതാ. സ്നാപക യോഹന്നാൻ്റെ അപ്പനോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നു, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം, അവൻ ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ എന്ത് ചെയ്യും? നടക്കും. സ്തോത്രം. അപ്പം നമുക്ക് മനസ്സിലായി, പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ അവസാനം പറയുന്ന ഏലിയാവ് ആരാണ്? സ്നാപക യോഹന്നാനാണ്. അതാണ് യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അപ്പൊ ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടന്നു. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, പഴയ നിയമത്തിൻ്റെ അവസാന ഗ്രന്ഥമായിരിക്കുന്ന മലാക്കിയും മത്തായിയുടെ സുവിശേഷം, ഇത് തമ്മിൽ എന്താ കണക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇടയിലൊരു 400 വർഷത്തെ ഗ്യാപ്പ് കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെ ഇൻഡസ്ട്രിയൽ പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ധകാരത്തിന് വർഷങ്ങളെന്ന് പറയുന്നുണ്ട്. 400 വർഷം സൈലൻ്റ് ഇയേഴ്സ് എന്നൊക്കെ തിയോളജിയൻസ് പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ പൊതുവേ അറിയാം. ഇനി അവിടുന്ന് നമ്മൾ ചിന്ത ആരംഭിക്കുക. എനിക്ക് എത്ര ചിന്തിച്ചിട്ടും ദൈവം ഒരു ജനതയോട് 400 വർഷം മിണ്ടാതിരുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നിങ്ങൾ എന്നെ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്നാ? 400 വർഷം സൈലൻ്റ് ഇയേഴ്സ് എന്ന് പറയാൻ കാരണം, 400 വർഷം യഹോവയായ ദൈവം ഒരു പ്രവാചകനെ അവരുടെ ഇടയിൽ അയച്ചില്ല, ഒരത്ഭുത പ്രവൃത്തികൾ ചെയ്തില്ല, ഒരു ദൈവിക വെളിപ്പാടുകൾ നടന്നില്ല. ജനം ആത്മീയ അന്ധകാരത്തിൽ കൂരാക്കൂരിരുട്ടിൽ ജനം തപ്പിത്തടഞ്ഞ 400 വർഷങ്ങളെയാണ് നമ്മൾ സൈലൻ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ എഴുതപ്പെട്ട കുറച്ച് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അതിന് അപ്പോക്രിഫൽ ബുക്സ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വചനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അത് കത്തോലിക്ക സഭക്കാരെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കാത്തതിൻ്റെ കാരണം, മലാക്കിക്കും മത്തായിക്കും ഇടയ്ക്കുള്ള 400 വർഷങ്ങൾ ദൈവം ഒരു പ്രവാചകനെ അയക്കുകയോ ദൈവം ഒരു അത്ഭുതം ചെയ്യുകയോ ദൈവം ആ ജനത്തോട് ഇടപെടാതെ ദൈവം മിണ്ടാതിരുന്ന വർഷങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈലൻ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഇനിയൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക. ചുമ്മാ വായിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കരുത്. 400 വർഷമൊക്കെ ദൈവം പിണങ്ങിയിരിക്കുമോ? നമുക്ക് പിണങ്ങാൻ പറ്റുമോ? ബിഹേവിയർ സയൻസ് പറയുന്നത് എന്നാണെന്നറിയുമോ? ബിഹേവിയർ സയൻസ് പറയുന്നത്, ഒരുത്തരോണ്ട് ഒരു വൈരാഗ്യം ഉണ്ടായാലും ഒരു പിണക്കം ഉണ്ടായാലും ഒരു മനുഷ്യന് മാക്സിമം 7 വർഷം വരെ ആ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ ആരെങ്കിലും ഒരുത്തൻ കുത്തിക്കൊന്നെന്ന് വെച്ചു, കുത്തിക്കൊന്നാൽ നമ്മൾ പറയാം അവനെ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങട്ടെ, ഇറങ്ങുന്ന ദിവസം ഞാൻ അവനെ തട്ടുമെന്നൊക്കെ പറഞ്ഞാലും 7 വർഷം കഴിയുമ്പോൾ ആരും തട്ടാൻ വേണ്ടി പോകത്തില്ല. കാരണം എന്നാണെന്നറിയോ? മനുഷ്യൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് മനുഷ്യൻ ഒരു മറ്റുള്ളവനോടുള്ള ഒരു വൈരാഗ്യം കീപ്പ് ചെയ്യാൻ 7 വർഷമേ അവന് കപ്പാസിറ്റി ഉള്ളൂ. 7 വർഷത്തിൽ കൂടുതൽ ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടേ പോകാളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് കേട്ടാട്ടെ, നമുക്കൊക്കെ പറ്റത്തില്ല. നമ്മൾ വേഗം പിണങ്ങുകയും ചെയ്യും, വേഗം ഇണങ്ങുകയും ചെയ്യും. ആ സ്ഥലക്കാർ ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് സ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത്. കേരളത്തിലൊരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടുത്തെ ആൾക്കാരെക്കുറിച്ച് പറയുന്നത് അവർ സ്നേഹിച്ചാൽ നക്കി കൊല്ലും, അല്ലെങ്കിൽ അവർ ഞെക്കി കൊല്ലും. അങ്ങനെയുള്ള ചില പ്രകൃതം ഉള്ളവരുണ്ട്. വേഗം പിണങ്ങും. നമ്മൾ വിശ്വാസികളും അങ്ങനെ, നമ്മൾ വേഗം പിണങ്ങും, നമ്മൾ വേഗം ഇണങ്ങും. കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, ഇവിടുത്തെ കാര്യമൊന്നുമില്ല കേട്ടോ. കേരളത്തിലൊരു പുതിയ പാസ്റ്ററൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്നാ സന്തോഷമാണ് അറിയോ? ഞായറാഴ്ചത്തെ പ്രസംഗമൊക്കെ ഇട്ടിട്ട്, അല്ല അമ്മാമ്മ എന്നാ പ്രസംഗമായിരുന്നു, നല്ല അനുഗ്രഹം, അമ്മാമ്മയുടെ സാരിയൊക്കെ ആണെങ്കിലും നല്ലത്, പാസ്റ്ററെ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നു, വീട്ടിൽ ചെല്ലുന്നു, ബിരിയാണി വെച്ച് കൊടുക്കുന്നു, ഏത്തക്ക പുഴുങ്ങി കൊടുക്കുന്നു, മുട്ട പുഴുങ്ങി കൊടുക്കുന്നു. 5 വർഷം കൊണ്ട് എല്ലാം മുട്ട ഇടിച്ചിട്ട് നമ്മൾ വിടത്തുള്ളൂ. സ്വതന്ത്രം. നമ്മൾ വേഗം സ്നേഹിക്കും, അതുപോലെ നമ്മൾ വേഗം എന്ത് ചെയ്യും? പിണങ്ങും. അപ്പം നമ്മളെപ്പോലൊരു പുള്ളിയാണോ ദൈവം? ദൈവം ഒരു മനുഷ്യനോട്, ഒരു ജനതയോട് പിണങ്ങുമോ? നിങ്ങളങ്ങനെ ഒന്ന് ആലോചിച്ചേ. ദൈവത്തിന് കഴിയുമോ 400 വർഷം ഒരു ജനതയോട് മിണ്ടാതിരിക്കാൻ? പറ്റുമോ? ഇപ്പോൾ എൻ്റെ മോൻ ഒരു അനുസരണക്കേട് കാണിച്ചാൽ എനിക്ക് അവനോട് ചിലപ്പോൾ 2 ദിവസം മിണ്ടാതിരിക്കാം, എനിക്ക് അവനോട് ഒരാഴ്ച മിണ്ടാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാറില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഐ കാൺട്ട് ബിലീവ്, എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ദൈവം 400 വർഷം ഈ ജനത്തോട് മിണ്ടാതിരുന്നെന്ന്. കാരണം ദൈവം ഭയങ്കര കനിവുള്ളവനാണ്. നമ്മൾ അങ്ങനെ പഠിക്കണ്ടേ? ഇസ്രായേൽ ജനം കാളെ ആരാധിച്ച അന്നും ദൈവം അവർക്ക് മന്ന കൊടുത്തു കേട്ടോ. റേഷൻ കട്ട് ചെയ്തില്ല ദൈവം. അന്നും ദൈവം കാടപ്പക്ഷിയെ കൊടുത്തു. അവർ പാപം ചെയ്ത് കാളയുടെ മുമ്പിൽ തുള്ളിയപ്പോഴും ദൈവം തന്നെ മഹാകരുണ വിട്ട് കളഞ്ഞില്ല.
സ്തോത്രം. എത്ര പ്രാവശ്യം ഈ ജനം പാപം ചെയ്തു, എത്ര പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷെ ദൈവം വിശ്വസ്തനായി പാർത്തു. ഇന്ന് പകൽ നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ കർത്താവ് കൃപ കൊണ്ടാ. പർവ്വതം മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറത്തില്ല. ഇന്ന് പകൽക്കാലം മാറാത്ത ദയയാൽ നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി നന്ദിയോടെ ഒരു സ്തോത്രം പറഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര മഹാകരുണയുള്ള ദൈവം, ഇത്ര സ്നേഹമുള്ള ദൈവം ഒരു ജനത്തോട് 400 വർഷം മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് ആ എന്നോ പിണക്കമോ? അപ്പം നിങ്ങൾ ഓർത്തണേ, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പിണക്കം ഉണ്ടായത് ദൈവം ഇസ്രായേലും തമ്മിലാണ്. നിങ്ങൾ ഈ ദ ഓൾഡ് ഹിസ്റ്ററി നിങ്ങൾ വായിച്ചു നോക്കിയേ, ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ 400 വർഷം പിണങ്ങിയിരുന്നിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പിണക്കത്തിൻ്റെ റെക്കോർഡ് കിടക്കുന്നത് ദൈവവും ഇസ്രായേലും തമ്മിലാണ്. 400 years. എന്താണ് കാരണം എന്ന് പറയാൻ പോവാ, ശ്രദ്ധിച്ചു കേട്ടോ. വായിച്ചോട്ടെ, മലാക്കി പ്രവചനം 1-ാം അധ്യായം മൂലം നമ്മൾ പഠിക്കാൻ പോവാം. ഒരു മിനിറ്റ്. ഈ മലാക്കി പുസ്തകം പഠിക്കാനൊരു കാരണമുണ്ട്. മലാക്കിക്കകത്ത് യഹോവയായ ദൈവം ഇസ്രായേലിൻ്റെ അഷ്ടപാപങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർ 8 കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യുക, ചൂണ്ടിക്കാണിച്ചു. എടാ, നീ പാപം ചെയ്തു, നീ തെറ്റ് ചെയ്തു, എനിക്ക് നിന്നോട് ബന്ധപ്പെടാൻ പറ്റത്തില്ല, എനിക്ക് നിന്നോട് വെളിപ്പെടാൻ പറ്റത്തില്ല. 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 കാര്യങ്ങൾ ദൈവം മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞപ്പോഴേ, നമ്മുടെ മലയാളിയുടെ ഭാഷയെ പറഞ്ഞ മുണ്ടും മടക്കി കുത്തി നിന്നിട്ട് ഇവൻ ചോദിക്കുക, ഏതിനാൽ ഞങ്ങൾ എപ്പോൾ ചെയ്തതെന്നാണ് നീ പറയുന്നത്? നിങ്ങൾ ഓർക്കുക, ഇതൊക്കെ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മളത് പഠിക്കാൻ പോവാം. ഒരൊറ്റണം, ദൈവമേ ഐ ആം സോറി, റിയലി സോറി ലോർഡ്, എനിക്കത് പറ്റിപ്പോയെന്ന് ഇവന്മാർ പറയാതെ ഈ 8 ചോദ്യങ്ങൾ ദൈവം വിരൽ ചൂണ്ടി ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇവർ ദൈവത്തോട് തിരിച്ചു ചോദിക്കുക, ഏതിനാൽ? സ്തോത്രം. വായിച്ചാട്ടെ, 1-ാം അധ്യായം 8 കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ്. 1:2 നോക്കി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഉണ്ടോ? ഉണ്ടും മടക്കി കുത്തി നിന്നിട്ട് ചോദിക്കാം, സ്നേഹിക്കുന്നോ? ഏതിനാൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. 2-ാമത്തെ കാര്യം, അതിൻ്റെ 6-ാമത്തെ വാക്യം കണ്ടോ, ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ദൈവം പറയാ, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുകയാ. അവൻ സമ്മതിച്ചില്ല. അവൻ ചോദിക്കുക, ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. 3-ാമത്തത്, അതിൻ്റെ 7-ാമത്തെ വാക്യം, 7:1 മുതൽ വായിച്ചാട്ടെ. സോറി, 3-ാമത്തെ കുറ്റം ദൈവം പറയുക, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൻ്റെ മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. ഞങ്ങളെപ്പോഴാ മലിനം അർപ്പിച്ചേ? ഞങ്ങളെപ്പോഴാ തെറ്റ് ചെയ്ത്? ഇവർ ചോദിക്കുക. ദൈവം പറയുന്ന 4-ാമത്തെ കുറ്റം, 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ദൈവം പറയുക, നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും മൂടിക്കളയുന്നു. 14-ാമത്തെ വാക്യം, എന്നാൽ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ തിരിച്ച് ചോദിക്കുന്നു. 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. 5-ാമത്തെ പാപം ദൈവം പറയാം, നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങളെ യഹോവയെ എന്ത് ചെയ്യുന്നു? മുഷിപ്പിക്കുന്നു. അവരെന്നെ അതിന് ഉത്തരം പറഞ്ഞേ, എന്നാൽ ഞങ്ങൾ ഏതിനാൽ നിന്നെ മുഷിപ്പിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. 6-ാമത്തെ കുറ്റം ദൈവം പറയുകയാണ്. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. 6-ാമത്തെ കുറ്റം ദൈവം പറയാം, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. പക്ഷെ അവർ ചോദിക്കുക, ഏതിനാൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇനി അടുത്തത് 8-ാമത്തെ വാക്യം. 8 ദൈവം പറയാം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നു?
തോൽപ്പിക്കുന്നു. അപ്പോൾ ചോദിക്കാം, ഞങ്ങൾ ഏതിൽ നിന്നെ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. 8ാമത്തെ കുറ്റം ദൈവം പറയുക, 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിച്ചു എന്ന ചോദ്യം. എല്ലാവരും നോക്കി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു കണ്ടന്റ്. ഇത് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറിയ പുസ്തകം നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്രായേൽ ജനത്തോട് ദൈവം ചെന്ന് അടുത്ത് ചെന്ന് സ്നേഹത്തോടെ പറയുക, എടാ നിങ്ങളുടെ പോക്ക് ശരിയല്ല കേട്ടോ. ആരാ? പ്രവാചകൻ ചെന്ന് പറഞ്ഞല്ല, ദൈവം നേരിട്ട് ചെന്ന് ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി അവരുടെ 8 പാപങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അത്ഭുതം എന്നാണെന്നറിയാമോ? ഇതിലൊന്നിൽ പോലും ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, തെറ്റിപ്പോയെന്ന് പറയാനുള്ള മാനസിക അവസ്ഥ അവർക്കില്ലാതെ പോയി. അതിന് മുഴുവൻ ദൈവത്തോട് അവർ മുണ്ടും മടക്കിക്കുത്തി നിന്ന് അവർ ദൈവത്തോട് മറുചോദ്യം ചോദിച്ചു. ദൈവം മുഖത്ത് നോക്കി പറഞ്ഞ ആത്മീയ സത്യങ്ങളെ നിരാകരിച്ചിട്ട് അഹങ്കാരത്തോടെ ദൈവത്തോട് മറുചോദ്യം ചോദിച്ച തലമുറയോട് 400 വർഷം ദൈവം മിണ്ടാതിരുന്നു. നിങ്ങളെന്നാ ഞെട്ടാത്തെ? എന്നാ കാര്യമെന്നറിയാമോ? നമ്മളോട് കാലാകാലങ്ങളിൽ ദൈവവചനത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ, ശുശ്രൂഷകന്മാരിലൂടെ നമ്മളോട് പറയുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മളോട് പറയുന്ന ഗുണീകരണങ്ങൾ നമ്മൾ അനുസരിക്കാതെ ദൈവത്തോട് നാം മറുചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യമോർത്തോണം, ദൈവത്തിന് നമ്മുടെ മേലുള്ള വെളിപ്പാടുകൾ നിന്നുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, എനിക്കിന്നൊരു ദൂത് കിട്ടിയില്ല. ചിലപ്പോൾ പ്രവാചകന്മാർ വന്നിട്ട് എല്ലാവരെയും തലേ കൈവച്ചു, എന്നോട് മാത്രം പാസ്സായി പറയത്തില്ല. ഇന്നലെ പറഞ്ഞൊക്കെ അനുസരിച്ചായിരുന്നോ? സ്തോത്രം. നമുക്കെന്നും പുതിയത് കേൾക്കാൻ വേണ്ടി ഭയങ്കര താല്പര്യമാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ പിന്നെയും നിന്നോട് പറയുന്നു. ദൈവം ആരോടാ സംസാരിക്കുന്നതെന്നറിയാമോ? ഇന്നലെ പറഞ്ഞത് അനുസരിക്കുന്ന, ക്ലിയർ ചെയ്യുന്നവൻ്റെ മേലാണ് ദൈവം 2ാമത്തെ വെളിപ്പാട് തരുന്നത്. സ്തോത്രം. ഇന്നലകളിൽ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന ശാസനകൾ, ദൈവം പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാ ചോദ്യം. നമ്മൾ അവൻ്റെ ഓരോ ശാസനകളും ഏറ്റെടുക്കുകയും ദൈവസന്നിധി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവം അടുത്ത കാര്യം നമ്മളോട് പറയുന്നത്. ഇന്ന് ദൈവശബ്ദം കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇന്നലെ വരെ ദൈവം പറഞ്ഞതിന് നിങ്ങൾ കീഴടങ്ങിക്കോ. ഇന്നലെ വരെ പറഞ്ഞതിനെ ദൈവസന്നിധി അനുസരിച്ചോ. തെറ്റിപ്പോയതിനെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ഏറ്റു പറഞ്ഞു. കരുണയോടെ അവൻ്റെ ശബ്ദം നമ്മുടെ മേൽ മുഴങ്ങും. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ ക്യാൻസർ എന്ന് പറയുന്നൊരു മാരക രോഗമുണ്ടല്ലോ. ഇപ്പം എല്ലായിടത്തും ക്യാൻസറാണ്. പണ്ടാരാണ്ട് പറഞ്ഞു ഇന്ന് കാലങ്ങളുടെ രോഗങ്ങളുടെ കാലഘട്ടമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിൻ്റെ അറ്റത്ത് ഉണ്ട്. ക്യാൻസർ, അൾസർ, പ്രഷർ, ഷുഗർ, എല്ലാം അതിനകത്തൊരു പ്രധാന രോഗമാണ് എന്ത്? ക്യാൻസർ. നിങ്ങൾക്കറിയാമോ ക്യാൻസർ ഒരു മാരക രോഗമല്ല സത്യത്തിൽ. ക്യാൻസർ സത്യത്തിൽ ഒരു മാരക രോഗമല്ല. ക്യാൻസർ 4 സ്റ്റേജുണ്ട്. 1, 2, 3, 4. ഇതിൻ്റെ ഇവിടെ നേഴ്സുമാരൊക്കെ ഇഷ്ടംപോലെ കാണും, മെഡിക്കൽ സൈഡിലുള്ളവർ. 1, 2 സ്റ്റേജുകളിൽ ക്യാൻസർ കണ്ടെത്തിയാൽ അത് ചികിത്സിച്ച് ഭേദം വരുത്താം. ട്രീറ്റ്മെൻറ്റുകളുണ്ട്, ഫലവത്തായ മരുന്നുകളുണ്ട്, പ്രത്യേകിച്ച് ഈ രാജ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ? ഇത് ഓൾമോസ്റ്റ് 4ാമത്തെ ഘട്ടത്തിലേ ഇത് തിരിച്ചറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം രോഗമുള്ളതിനേക്കാൾ ഭയാനകമാണ് രോഗത്തെ തിരിച്ചറിയാൻ മേലാത്ത സാഹചര്യം. ഹല്ലേലൂയ. നിങ്ങൾ ഗൗരവമായിട്ട് തന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വിട്ടുകളയരുത്. ചില രോഗങ്ങൾ മാരകമല്ല, പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് കറക്റ്റ് സമയത്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ ക്യാൻസർ മിക്കവാറും നാട്ടിലൊക്കെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്. ക്യാൻസറായി, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കൊണ്ടുവെക്കോ, കാരണം 20 വർഷമൊക്കെ ആയി. നമ്മൾ പണ്ട് ഗ്യാസാന്ന് കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പല രോഗങ്ങളാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്കിത് പുറത്ത് വെളിപ്പെട്ട് വരുന്നത് 4th സ്റ്റേജിലാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ പോലെ പാപം ഇത് നമ്മുടെ ഉള്ളിൽ കയറിയ നമുക്ക് പാപമാണെന്ന് തോന്നാത്തതുപോലെ ഇതിനെ ഗിൽട്ടർ ചെയ്തിട്ടാ
പിശാച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പലതും ദൈവിക ബന്ധത്തെ നശിപ്പിക്കുന്ന, ആത്മീയതയെ നശിപ്പിക്കുന്ന, ദൈവകൃപയെ നശിപ്പിക്കുന്ന പലതിനെയും താലോലിക്കാൻ നമ്മൾ പഠിച്ചു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ദൈവിക ബന്ധത്തിന് കോട്ടം സംഭവിക്കുന്ന, ദൈവിക ബന്ധത്തെ അറുത്തു മാറ്റുന്ന ഒന്നിനെയും താലോലിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവുമായി കഴുകട്ടെ, നമുക്കൊരു പുതിയ കാഴ്ച തരട്ടെ. എത്ര പേരതിന് ആമേൻ പറയും? ഒരു ശുദ്ധീകരണത്തിനായി, ഒരു ദൈവ കൃപയ്ക്കായി, ഒരു ദൈവത്തിന്റെ കരുതലിനായി, കഴുകലിനായി ഇന്ന് പകൽക്കാലം ആര് പ്രാർത്ഥിക്കും? ചിലതിനെ ജയിക്കാൻ അത് മാത്രമാണ് കഴിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പല കാര്യത്തെയും കുറിച്ച് നമ്മുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, പലതും പാപമാണെന്ന് നമുക്ക് ബോധം ഇല്ല. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഇപ്പം നാട്ടിലെ കാര്യം തന്നെ പറയാമല്ലോ. ഞാൻ പാസ്റ്റർ മോനായതുകൊണ്ട് അറിയാം. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സിനിമാ തിയേറ്ററിൻ്റെ വാതക്കോഴി പോയെന്ന് പറഞ്ഞാൽ വീട്ടിലന്ന് ബന്ധാ, ഹർത്താലാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങളെന്നെ കണ്ടെന്ന് പോലും പോയി പറയല്ലേ, കേരളത്തിലൊക്കെ മിക്ക വീട്ടിലും ഇതുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ TV വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ എല്ലാവരും മൊബൈൽ ഫോണിൽ ഇത് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പം ഇപ്പം ഇത് കോമണായി. പണ്ട് നമ്മൾ പാപമെന്ന് വിചാരിച്ച തെറ്റെന്ന്, അത് പാവമാണ്. പണ്ടൊരാൾ എന്നോട് പറയുക, അയ്യോ പാസ്റ്ററെ എന്നെ കാറ്റത്തെ കിളിക്കൂടൊന്ന് കണ്ടു നോക്കണം, നല്ല എനിക്കിപ്പോൾ കണ്ടിട്ട് അവനോട് റിപ്പോർട്ട് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഇതിനകത്തൊക്കെ നന്മ കാണാതിരിക്കാം, അല്ലെ ചെറിയ ചില സന്ദേശങ്ങളുണ്ടാകും. പക്ഷെ പാപത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ചില ചാലങ്ങളാണ്. നമ്മൾ ഈ പിള്ളേരോടൊക്കെ ചില കാര്യത്തിനകത്തൊന്ന് മാറിയിരിക്കാൻ പറയുന്നത്, അതിൽ തന്നെ തെറ്റായിരിക്കത്തില്ല, ബട്ട് ഇറ്റ് ക്യാൻ ലീഡ് യു ടു ദ സിൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പാപത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല, പക്ഷെ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ വഴികളെ വിട്ടൊഴിയാത്ത ഒരുത്തിന് പാപത്തെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം പറയാം, അതുകൊണ്ട് ദാവീദ് പറയും, ഞാൻ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവകൃപ തരട്ടെ, ചിലതിനെ തിരിച്ചറിയുവാൻ, ചില തെറ്റുകളെ തിരിച്ചറിയുവാൻ. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ആത്മഭാരമുള്ള എത്ര പേരുണ്ട്? നമ്മുടെ തലമുറകളുടെ അന്തരംഗത്തിന് മേൽ ദൈവം ജ്ഞാനം ഗ്രഹിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മൊബൈൽ നോക്കിയപ്പോൾ ഒരു ജസ്റ്റ് ഇത് കണ്ടു. നിങ്ങളുടെ ഫോണിൻ്റെ വില നിങ്ങളുടെ ബാങ്ക് ബാലൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ യു ആർ നോട്ട് സീരിയസ് അബൌട്ട് യുവർ ലൈഫ്. ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർ എല്ലാവർക്കും ഐഫോണൊക്കെയാണ്. പൈസ ഉണ്ടായിട്ടല്ല, EMI ഇട്ട് എടുക്കുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തല ചെയ്യുന്ന ചീപ്പ് കാണണം. ഒരു സ്തോത്രത്തോടെ പറഞ്ഞ കാര വിട്ട് കഴിയാൽ പോലും വെളുക്കത്തില്ല. പക്ഷേ കയ്യിലിരിക്കുന്ന ഫോണ് 1.5 ലക്ഷത്തിൻ്റെ. അത് കുറ്റമില്ല. അപ്പം ഞാൻ ചുമ്മാ ഇത് വായിച്ചപ്പോൾ ഇതിൻ്റെ കമൻസ് ഒന്ന് നോക്കി. എൻ്റെ ദൈവം തമ്പുരാനെ, അതിൻ്റെ അകത്ത് നല്ല ശതമാനം ആളുകൾ ചോദിക്കുക, വൈ യു സീരിയസ് അബൌട്ട് ലൈഫ്? നിങ്ങളെന്തിനാ വലിയ ജീവിതത്തെക്കുറിച്ച്? ഇതൊരു കോമൺ ട്രെൻഡിങ്ങാണ്. നമുക്ക് പണ്ട് നമ്മുടെ വീട്, നമ്മുടെ ബന്ധക്കാർ, നമ്മുടെ കുടുംബക്കാർ, പ്രായമുള്ളവർക്കൊക്കെ എന്ത് അറ്റാച്ച്മെൻറ്റാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റം പറയല്ല, അവർക്ക് ആ അറ്റാച്ച്മെൻറ്റ് ആരുമായിട്ടും. നാട്ടിലൊക്കെ ഇപ്പം പിള്ളേർ, നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ 2ാം നിലയിൽ നിന്ന് പിള്ളേർ ഇറങ്ങിപ്പോലും എന്ത് ചെയ്തില്ല, വരതില്ല. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പാസ്റ്ററപ്പച്ചൻ വന്നു, അവിടെ പോയി നിന്നു, അവിടെ അടുത്ത് പോയി നിന്നു, അവർ പറയുന്നത് കേട്ടു, വഴി വരെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും എന്തല്ല വിഷയമല്ല. ഞാൻ അവരൊരു വേറെ യുഗത്തിലാണ് താമസിക്കുന്നത്. അത് വേഗം ഓർത്തോണം. അവരുടെ മാനസിക മണ്ഡലങ്ങൾ, ചിന്താമണ്ഡലങ്ങളെല്ലാം വ്യത്യാസമാണ്. സ്തോത്രം. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ ചിലരെ പിശാച് പഠിപ്പിക്കുക, നീ എന്തിനാ ഇത്ര സീരിയസ് ആകുന്ന ലൈഫിനെ കുറിച്ച് എന്ന് പറഞ്ഞ പോലെ ആത്മാവിനെക്കുറിച്ചും ചിലർ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഒന്നും സീരിയസ് ആകേണ്ട കാര്യം ഇല്ല. അപ്പോൾ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നമ്മളെ സേവ് ചെയ്യാൻ പറ്റത്തില്ല.
Praise the Lord. ഇസ്രായേലിൻ്റെ മുഖത്ത് നോക്കി ദൈവം 8 കൂട്ടം കാര്യം പറഞ്ഞു. നീ തെറ്റിപ്പോയി, നീ ഇതിൽ തെറ്റിപ്പോയി, നീ ഇതിൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് ആ 8 കൂട്ടം കാര്യങ്ങളെ ദൈവം പറഞ്ഞിട്ട് ഒറ്റ എണ്ണത്തിന് പോലും യവന്മാർ ദൈവമേ സോറി എന്ന് പറയാതെ, ഏതിനാൽ ഞങ്ങൾ നിന്നോട് സംസാരിച്ചു, ഏതിനാൽ ഞങ്ങൾ നിന്നെ തോൽപ്പിച്ചു എന്ന് ദൈവത്തോട് കലിവുകൊണ്ട് ചോദിച്ചൊരു തലമുറയോട് ദൈവം 400 വർഷം മിണ്ടാതിരുന്നു. ബി സീരിയസ്. ദൈവം എപ്പോഴും നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, പ്രവാചകൻ എന്നോട് പറയുന്നില്ല, അവർ പറയുന്നില്ല. എന്നാണെന്നറിയോ? ദൈവം നമ്മളോട് പറയുന്ന കാര്യം അനുസരിച്ചില്ലെങ്കിൽ അടുത്ത വചനം നിങ്ങളുടെ മേൽ വരത്തില്ല. ദൈവം പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ എൻ്റെ 2ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ ആമുഖം തന്നെ എഴുതിയേക്കുന്ന ഇങ്ങനെയാണ്. യെരമ്യാ പ്രവാചകനെ ചെറുപ്പത്തിലാണ് ദൈവം വിളിച്ചു, പ്രവചനത്തിന് വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ ഇപ്പോൾ എന്നാ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ യെരമ്യാ പറഞ്ഞു, ഞാൻ ജാഗ്രത വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു. അപ്പോൾ പറയാ, നീ കണ്ടത് ശരിയാ, അതുകൊണ്ട് ബാക്കി കാര്യം എഴുതിക്കോളാൻ പറഞ്ഞു. ടെസ്റ്റാ. ഇവനെ ജാഗ്രത വൃക്ഷത്തിൻ്റെ ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണിച്ചപ്പം ഇത് തെങ്ങിൻ്റെ മടലാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ അടുത്ത വെളിപ്പാടില്ല. ഹലോ, സീരിയസാ. ദൈവം കാണിക്കുന്നത് അതുപോലെ കാണാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എങ്കിലേ നിന്റെ മേൽ അടുത്ത ദൂതുള്ളൂ. Praise the Lord. ദൈവം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നുണ്ടോ? എങ്കിലേ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ദൈവം നമ്മളെ ബദാം കൊമ്പ് കാണിച്ചാൽ നമ്മളത് മാവിൻ്റെ കൊമ്പാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ അടുത്ത വെളിപ്പാട് വരത്തില്ല. ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ വേദന നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ മേൽ ആ ദൈവത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടുന്നത് ദൈവത്തിന് നന്ദിയോടെ കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്. പ്രൈസ് ലോർഡ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വേഗം പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ, കാരണം നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കും. ഒരു പ്രവാചകൻ പുള്ളി നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞിട്ട്, മോനെ നീ ചെന്ന് പട്ടണത്തിൽ ചെന്നിട്ട് വ്യഭിചാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണം. ബൈബിളിലെ കഥ ഞാൻ പറയുന്നത്. പ്രവാചകനല്ലേ, പുള്ളി പോയി വിചാരിച്ചിരിക്കുന്നു, പെണ്ണെ കണ്ടിട്ടു, എൻ്റെ പൊന്നു വെച്ചേ നീ എങ്ങും പോകില്ല, നിനക്കെല്ലാം ഞാൻ മേടിച്ചു തരാം, അരിയും ചുരിദാറും സാധനങ്ങളെല്ലാം മേടിച്ചു തരാം, ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വീട്ടിലിരുന്നാൽ മതി. അവളെ കല്യാണം കഴിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു, ഇവൻ സ്നേഹിച്ചു. ഇവൻ ഒരു ദിവസം മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവളെ കാണാം, അവൾ വീണ്ടും വ്യഭിചാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഈ മനുഷ്യൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. ദൈവം പറഞ്ഞിട്ടല്ലേ ചെയ്തേ, ഞാനിവളെ എന്തോരം സ്നേഹിച്ചു, ഞാനിവളെ എന്തോളം കരുതി, എന്നിട്ടും ഇവള് ഈ പാപപ്രവൃത്തിയിലേക്ക് പോയല്ലോ എന്ന് കരുതി ഈ പ്രവാചകൻ പോയി നെടുമ്പാട് വീണ് കരഞ്ഞപ്പോൾ ദൈവം പുറകിന്ന് പോയി ആ തോളെ തട്ടി, എന്നാടാ കരയുന്നേ? അതെ, ഞാൻ അവളെ ആ മാർക്കറ്റിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന, ഞാൻ അവളെ സ്നേഹിച്ചു, അവൾക്കെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു, പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പം അവൾ ആ പാപത്തിലേക്ക് തിരിച്ചു പോയി. ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദൈവമേ. അപ്പോൾ ദൈവം ചോദിക്കാടാ, നിനക്ക് ആ വേദന മനസ്സിലായോ? ഇതാടാ എൻ്റെ വേദന, ഇതാ എൻ്റെ വേദന. ഞാൻ അടിമ വീട്ടിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഞാൻ അവരെ പാർപ്പിച്ചു, പാലും തേനും ഒഴുകുന്ന ദേശത്ത് പ്രൈസോടെ കനാന്യരെ നീക്കിയിട്ട് ഞാൻ നട്ടു. പക്ഷേ ഇപ്പോൾ അവർ അന്യ ദൈവത്തിൻ്റെ പിന്നാലെ പോയി. നിനക്കെൻ്റെ വേദന അറിയാമോ? എങ്കിൽ നീ പ്രവചിക്കടാ, നീ ഇവരോട് ദൂത് പറ. ദൈവത്തിന് ഒരുവനെ ഉപയോഗിക്കണേ, അവന് ദൈവത്തിൻ്റെ ഹൃദയം വേണം, അവന് ദൈവത്തിനെ ഉപയോഗിക്കണേ. ദൈവത്തിൻ്റെ ഇമോഷൻ മനസ്സിലാക്കുന്നവനെ പറ്റത്തുള്ളൂ. കരം തട്ടി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയാമോ? ദൈവത്തിൻ്റെ കരുണ പ്രാപിപ്പാൻ ശാന്തന ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യ ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ചതല്ല. അപ്പോൾ അവൾ എന്നോട് പറയാം, അച്ഛാ ഞാൻ എന്നാ ചെയ്ത്, എനിക്ക് വലിയ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ബൈബിൾ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചാ നീ പാസ്റ്റർ ഭാര്യയാകാൻ നിനക്ക് ബൈബിൾ കോളേജിലെ ഡിഗ്രി അല്ല വേണ്ടേ, നിനക്ക് യേശുവിൻ്റെ ഹൃദയം വേണം. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ആ ഡിഗ്രി ഈ ഡിഗ്രിയൊക്കെ ചെയ്ത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പഠനം ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാനിപ്പോൾ US വന്നത് തന്നെ ഇവിടെ ഒരു കോഴ്സ് ചെയ്യാം, ന്യൂജേഴ്സിയിൽ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഈ US വന്നത് തന്നെ. സ്റ്റിൽ ഐ ആം ലേണിംഗ്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാനൊരു കാര്യം പറയാം, തിയോളജിയുടെയോ നിൻ്റെ ഡിഗ്രിയുടെ ബലത്തിലല്ല നിൻ്റെ ശുശ്രൂഷ ഇരിക്കുന്നത്. നിൻ്റെ ശുശ്രൂഷ കർത്താവിൻ്റെ ഹൃദയം നിനക്കുണ്ടോ, കർത്താവിൻ്റെ കണ്ണ് നിനക്കുണ്ടോ, കർത്താവിൻ്റെ കാലുണ്ടോ? ഈ സഭയിൽ ആര് നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ആര് നിന്നെ കേൾക്കാൻ നിന്നില്ലെങ്കിലും
അറിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽ പ്രവചനാത്മാവിൽ പറയുന്നു, ചിലരെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും, ചിലതിന് മേൽ മാന്യമായിട്ട് നിർത്തും, ചില തലമുറകളെ ദൈവം ആദരിക്കും. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നീ പോലും വിചാരിക്കാത്ത മണ്ഡലങ്ങളിൽ, നീ പോലും തിരിച്ചറിയാത്ത മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന് നിന്നെ ഉപയോഗിക്കുവാൻ കഴിയും. കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്. ഓ രമന ശംധന അന്തൽഗമന ചുടമന ബലവ ഛാദന. ചില ഹൃദയത്തിന്മേൽ ദൈവത്തിന്റെ വെളിപ്പാട് വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. Praise the Lord. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുക. ഇവർ പറഞ്ഞിട്ട് 8 കൂട്ടം കാര്യം പറഞ്ഞിട്ടും ഇവർക്ക് ദൈവത്തെ പിടികിട്ടിയില്ല. വായിച്ചേ, ഒന്നാമത്തെ കാര്യം. നമുക്ക് എല്ലാം പറയാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം എന്ന് പറയുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു അപ്പം തിരിച്ചു വയ്ക്കുക, സ്നേഹിക്കുന്നു. ഏതിനാൽ നീ ഞങ്ങളെ ഇത് വലിയ പ്രശ്നമാണോ? അല്ല, ശ്രദ്ധിക്കണേ, ഭയങ്കര. നമ്മൾ ഈ ചില പേരൻസ്, ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ 12 വർഷം ഗോസ്പൽ ഫോർ ഏഷ്യയിലായിരുന്നു. ഞാൻ ആത്മീയാത്ര റേഡിയോ ക്ലബിൻ്റെ കേരള സ്റ്റേറ്റ് ഡയറക്ടറായിരുന്നു. അതിനുശേഷം അവരുടെ സ്റ്റേറ്റ് ഓരോ സംസ്ഥാനങ്ങളെ ചാർജിൽ 12 വർഷം ഇരുന്നു. അതായിരുന്നു സുശേഷകരുടെ ആദ്യം. അപ്പോൾ ഈ ആത്മീയാത്ര റേഡിയോ പ്രഭാഷണമൊക്കെ എന്ന് കേട്ടിട്ട് ഈ കത്തെഴുതുന്ന കത്തുകൾക്കൊക്കെ ഒന്ന് മറുപടിയൊക്കെ എഴുതുമായിരുന്നു. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചു, പപ്പ എന്നാ ചെയ്തേ, പപ്പ എന്നാണ് ഇത്രയും ചെയ്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ ആസ് എ ഫാദർ എന്നുള്ള നിലയിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? തകർന്നു പോകും. പലർക്കും ആ വേദനയുണ്ട്. ദൈവം ഇസ്രായേലിനോട് എന്ന് പറയാം, ഇസ്രായേലേ, ഐ ലവ് യു ഓൾ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഇസ്രായേലിക്ക, ഏതിനാൽ നീ ഞങ്ങളെ. ലോകത്തിലേറ്റവും വലിയ ദുഃഖം മറ്റുള്ളവർ നമ്മുടെ സ്നേഹം മനസ്സിലാകാത്തതാണ്. ലോകത്തിലേറ്റവും വലിയ തകർച്ച നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. ബാക്കിയെല്ലാം സാമ്പത്തിക തകർച്ചയൊന്നും ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ഇടപാടാണ് കേട്ടോ, കുറഞ്ഞ ഇടപാടാണ്. ഏറ്റവും വലിയ തകർച്ച നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, നിങ്ങൾക്കത് തിരുത്താൻ അവരോട് പറയാൻ നിങ്ങൾക്കൊരു അവസരം കൂടെ ഇല്ലാതെ വരണം. അപ്പോഴറിയാം എൻ്റെ വേദന എത്ര വലുതാണ്. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷെ സ്നേഹത്തെ അറിയത്തില്ല. ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം അറിയത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്നേഹം എന്നാന്ന് പിടിയേ കിട്ടുന്നില്ല. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, അയ്യോ എന്ത് കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയെന്ന് നിനക്കറിയാം. എല്ലാ പേരൻസും കഷ്ടപ്പെട്ട് തന്നെ വളർത്തുന്നത്. തീർന്നു. ദേ ജനറലൈസ് ഇറ്റ്. പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ രക്തമാണ്. സോ പ്രാക്ടിക്കൽ. ദൈവത്തിന് ഈ ഇഷ്യൂ വന്നു. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ട് വന്നിട്ട് ദൈവം ഇവരെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ തലയ്ക്കകത്തോടെ കയറുന്നില്ല. ഏതിനാൽ നീ ഞങ്ങളെ ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടണം. എൻ്റെ സ്നേഹമല്ല നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സ്നേഹമല്ല എൻ്റെ സ്നേഹം. നമുക്ക് ഈച്ച് വൺ, ഓരോരുത്തർക്കും സ്നേഹത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഉണ്ട്. അതാ പ്രശ്നം. മനസ്സിലായില്ലേ അല്ലേ? പണ്ടൊരു അമ്മാമ്മ പറയുകയാണേ, എൻ്റെ മാസ്റ്ററെ ഈ മനുഷ്യനെ, ഭയങ്കര കള്ളുകൂടിയനാണ് കിട്ടിയത്, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ മടുത്തു, ഇനി ഇയാൾ ഇല്ലാതെ പോയാലും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ജീവിച്ചോളാം, പക്ഷെ ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കും. എനിക്കിപ്പോൾ ആരും ചാകാൻ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ 2-3 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. അപ്പം ഞാൻ അടക്കത്തിന് ചെന്നു. അടക്കത്തിന് ചെന്നപ്പോൾ 2 കൈ കൊണ്ട് നെഞ്ചത്തടിച്ചിട്ട് പറയാം, ഞാനിനി എന്തിനാണോ ജീവിക്കുന്നത്, എന്നെ കൂടെ കൊണ്ടു. അപ്പം ഞങ്ങളുമായിട്ട് നല്ല റിലേഷനാണ്. അതുകൊണ്ട് പിന്നീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പണ്ട് നിങ്ങൾ പുള്ളി ചത്താ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെ നിങ്ങളെയും കൂടെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചേ? അപ്പോൾ പറയാം, പാസ് അങ്ങനെ പുള്ളി ഭയങ്കര മദ്യപാനിയായിരുന്നു, എന്ന് പിടിക്കുമായിരുന്നു, സംഭവമൊക്കെ ശരിയാ. എന്നാലും പുള്ളി ചോറുണ്ട് കഴിയുമ്പം അതിൻ്റെ സൈഡിൽ എനിക്ക് ഇച്ചിരി മിച്ചം വെച്ചേക്കുമായിരുന്നു. ആ സ്നേഹത്തിൻ്റെ അളവുകോല് പാരാമീറ്റർ പോയ പോക്കുണ്ടോ?
ഞങ്ങളുടെ നാട്ടിൽ ഒരാച്ചാൻ എന്നും അമ്മാമ്മ എടുത്തിട്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് നാട്ടുകാർ മടുത്തിട്ട് അവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ വാതൊക്കെ ബോർഡ് വെച്ചു, ഗുസ്തി ഹൗസ്. ആ, വിശ്വാസികളുടെ വീടാണ്. എന്നാണ് വീട്ടുപേര്? ഗുസ്തി ഹൗസ്. ഒരു ദിവസം നാട്ടുകാർ ചെറുപ്പക്കാരനാണ് കൂടി ഇവനിട്ട് കൊടുത്തിട്ടേ പറ്റത്തുള്ളൂ. കാരണം അമ്മാമ്മ എന്നും എന്ത് ചെയ്യുക, ഇടിക്കുക. ഒരു ദിവസം പുള്ളി വന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ട് ഫീസ് കൂരിയിട്ട് യോമാർ കയറി അടിക്കാൻ തന്നു. ഇയാൾ അടുക്കള കതകിൻ്റെ അകത്തൂടെ ഇറങ്ങി ഓടി. സ്വോത്രം. നാട്ടുകാർ ചെറുപ്പക്കാർ പുറകെ കണ്ടത്തിൽ ഓടി. ഇവന്മാർ അടിക്കാൻ ചെന്നപ്പോൾ തൊട്ട് പുറകിൽ നിന്ന് അമ്മാമ ഒരു വട്ടം പിടിച്ചിട്ട് എൻ്റെ കെട്ടിയോനെ തൊട്ടാ എൻ്റെ സ്വഭാവം. നമ്മൾ പലരെക്കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞാലും ഈ സ്നേഹത്തിൻ്റെ അളവുകോല് വേറെയാണ്. പക്ഷെ ഒരു കുഴപ്പമെന്നറിയോ, ചിലരുടെ സ്നേഹം അതാ, ചിലരുടെ സ്നേഹം അത്. ചിലർ മിണ്ടത്തില്ല, ചിലർ പറയത്തില്ല, ചിലരിങ്ങനെ അളിഞ്ഞു മാറി നമ്മളെന്ത് ചെയ്യും, ശരിക്കും. മറ്റവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവരുടെ സ്നേഹത്തിൻ്റെ സ്റ്റൈലല്ല നമ്മുടെ സ്നേഹത്തിൻ്റെ. പിടികിട്ടിയോ? ഇല്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ പാസ്സായതുകൊണ്ട് മീറ്റിങ്ങുകളൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക കല്യാണത്തിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ തിരുവല്ലയിൽ എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബത്തിൻ്റെ കല്യാണം നടന്നു. ഞാൻ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഈ കല്യാണത്തിന് പോയി ബൊഫയാണെങ്കിൽ ഞാൻ സാധാരണ തിന്നാൻ നിൽക്കത്തില്ല. കാരണം നമ്മൾ ഈ അപ്പോൾ ഇച്ചിരി കറി എടുത്തുകൊണ്ട് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പം 4000 പേര് പുറകെ ക്യൂ കാണും. പിന്നെ അവന് ശേഷം ഇപ്പം നിങ്ങളാരെങ്കിലും മക്കളെ കെട്ടിച്ചിട്ട് ഞാൻ ദൂരെ നിന്ന് വണ്ടി ഓടിച്ച് നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് വന്നിട്ട് ഇരുത്തി എനിക്കൊരു നേരം ഊണ് തരാൻ പറ്റത്തില്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പന്തളത്തൊരു കല്യാണത്തിന് പോയി. അപ്പോൾ അമ്മമാർ എഴുതിയേക്കുക, പ്ലേറ്റ് കൊണ്ടുപോയി ക്ലീൻഡ് പ്ലേറ്റ് നമ്മൾ മാറ്റി വെക്കണമെന്ന്. അവൻ പറയുന്നിടത്ത് അങ്ങ് ചുമന്നുകൊണ്ട് പോകണം ഈ ക്ലീൻ പ്ലേറ്റ്. പണ്ട് നമ്മൾ കഴിച്ചിടത്ത് മാത്രം വെച്ചാൽ മതിയെന്ന് അവർ വന്ന് എടുക്കുക. ഇപ്പം നമ്മളെ കൊണ്ട് ചുമപ്പിച്ച് അവിടെ കൊണ്ടുപോയി നമ്മളെ കൊണ്ട് ഇവൻ പ്ലേറ്റ് ക്ലീൻ ചെയ്യിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യാന്നറിയാമോ, അവിടെ അടുക്കി വെപ്പിക്കുക. നമ്മൾ ഭിക്ഷക്കാരെ പോലെ ക്യൂ ഒക്കെ നിന്ന് ഇതിനകത്ത് വീട്ടുകാർക്കൊന്നും ലാഭമില്ല. 1200 രൂപയുടെ ഊണാണ്. ഇതിനകത്ത് ആകെ ലാഭമുള്ളത് ആ കേറ്ററിംഗുകാർക്കാണ്. ഒരു സ്വോത്രം പറഞ്ഞേ. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് പറയണം. കാരണം ഇത് ഭയങ്കര സംഭവമാണ്. മിക്ക പേർക്കും വയറ് നിറച്ച ആഹാരം എന്ത് ചെയ്തില്ല. അപ്പം ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച് നിന്നപ്പം കായംകുളത്തുള്ള എൻ്റെ ഒരു ചർച്ചിലെ അമ്മാമ്മയും ആൻറ്റി അവിടെ അച്ചായനും അവിടെ ഉണ്ട്. പാസ്റ്ററുണ്ടോ? നമുക്കൊന്നിച്ചിരുന്ന് കഴിയും. അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങ് പോകും, ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ പറഞ്ഞു ഇരുന്ന് കഴിക്കുന്ന സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയി കഴിക്കാം. ലാസ്റ്റ് ഇവരെന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാ. അവിടെ ചെന്നപ്പോൾ സൊമാലിയയിൽ ആൾക്കാർ നിൽക്കുന്നത് പോലെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഗേറ്റിലേക്ക് ചെറുപ്പം മോന്തയൊക്കെ ഇങ്ങനെ പ്രസ്സായിട്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അച്ഛാ, എനിക്കിത് പോകണം, അതുകൊണ്ട് ശരിയാകത്തില്ല. ഇല്ല പാസ്റ്റേ, നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇരുത്താമെന്ന് പറഞ്ഞ് ഈ പുള്ളിൻ്റെ കൈക്ക് പിടിച്ചേക്കുക. കൈക്ക് പിടിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് ഗേറ്റ് തുറന്നു. കയറിയതാണോ തന്നെ കയറിപ്പോയതാണോ അകത്ത് ചെന്നു എന്നെനിക്കറിയാം. അപ്പം അകത്ത് ചെന്നപ്പോൾ ഈ പുള്ളി എൻ്റെ കയ്യെ പിടിച്ചേക്കാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഇവിടെ സീറ്റുണ്ട്, ഇരിക്കാം. അപ്പം പുള്ളി ചോദിക്കാം, അയ്യോ മോളി എന്ത് ചെയ്യും പാസ്റ്ററെ, മോളി. അപ്പം മോളി എങ്ങാണ്ട് വർത്താനം പറയാൻ വേണ്ടി പോയിക്കുക. മോളിയെ തപ്പി നടക്കുക. ഞാൻ പറഞ്ഞു, അച്ഛൻ നമുക്കിവിടെ ഇരിക്കാം, അമ്മാമ്മ വരും, ഒരു സീറ്റ് നമുക്ക് പിടിച്ചിട, അല്ലെങ്കിൽ മോളി നമുക്ക് ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞു. ഈ പുള്ളി വലിച്ചുകൊണ്ട് എന്നെ ഇതിനകത്തൂടെ നടന്ന സമയം കൊണ്ട് സീറ്റ് തീർന്നു. നിങ്ങൾക്ക് ചിരിക്കാം, എൻ്റെ ചാപ്പാടാ പോയെ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ ഞാൻ ഇനി കഴിക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് അതിലും ഭയങ്കര വിഷമം. പുള്ളി ഇങ്ങനെ തപ്പി നടന്നപ്പോഴല്ലോ ഈ കൈ കഴുകുന്നതിൻ്റെ അവിടെ മോളിമാമയും വേറെ 2 പേരൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ പുള്ളി അങ്ങോട്ട് എവിടെയായിരുന്നു ചോദിച്ചു, ഒറ്റ ചാട്ടം. മോളിമാമ ആരാ പാർട്ടി ഒരു കരച്ചിട്ട് അല്ലേലും ഈ മനുഷ്യൻ്റെ കൂടെ ഞാൻ കല്യാണത്തിന് പോകാത്തതാണ്. പിന്നെ കല്യാണം കൂടാൻ പോയ ഞാൻ കൗൺസിലിംഗ് ക്ലാസ് എടുക്കേണ്ടി വന്നു. ശ്രദ്ധിച്ചോ, എൻ്റെ അകത്തൊരു വലിയ കാര്യം കിടപ്പുണ്ട്. ഈ മോളിമാമ എന്നോട് പറഞ്ഞു, സജിപാസേ ഈ മനുഷ്യനോട് ഞാൻ എങ്ങും പോകത്തില്ല. എന്നാന്നറിയോ, ഈ പുള്ളി പബ്ലിക്കായിട്ട് ഇതുപോലെ എന്നെ വഴക്ക് പറയും, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ കേട്ടെ. അപ്പോൾ കേവച്ചാൻ എന്നോട് പറയാം, പാസ്റ്റേ നമ്മൾ കയറിയപ്പോൾ ആദ്യ സീറ്റില്ലായിരുന്നു, ഉണ്ടായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് തിന്നിട്ട് എഴുന്നേറ്റ് പോയാൽ പോരായിരുന്നു. ഞാൻ എന്തിനാ പാസ്റ്റ ഈ പാസ്റ്റ കയ്യെ പിടിച്ചുകൊണ്ട് ഇതിനകത്തോട് നടന്നത്? ഇവളെയും കൂടെ കൂട്ടിയിരുന്ന് തീറ്റിക്കാനല്ലേ? നിങ്ങൾ പറ, ആർക്കാ സ്നേഹം?
മോളിമാമയ്ക്ക് സ്നേഹമുണ്ട്, അതിൽ കൂടുതൽ സ്നേഹം അച്ചാനുമുണ്ട്. ഇതെന്നെ മനസ്സിലാകാത്തതെന്നറിയോ? രണ്ടുപേരുടെ സ്നേഹത്തിൻ്റെ പാരാമീറ്റർ വേറെയാണ്. രണ്ട് പേരും സ്നേഹം എന്നതിനെ കാണുന്ന അളവുകോല് രണ്ടും രണ്ടാ. സ്തോത്രം. ഇത് നമുക്ക് ദൈവിക ബന്ധത്തിലും ഉണ്ടെന്നേ. സത്യം പറഞ്ഞാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൈവം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ഹ്യൂമൻ സ്കെയിലും ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഡിവൈൻ സ്കെയിലുമാണ്. ഒരു സ്തോത്രം നല്ലപോലെ പറഞ്ഞേ. നിങ്ങളെ ഏറ്റവും ട്രബിളിലായിരിക്കുമ്പോൾ, നിങ്ങൾ ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, നിങ്ങൾ സാമ്പത്തികമായി ഡൗൺ ടു എർത്തിലായിരിക്കുമ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് മനസ്സിലാകത്തില്ല. കാരണം എന്നാന്നറിയാമോ? കോരപുത്രന്മാർ പറയാ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ അടുത്ത. മലയാളത്തിലത് ശുഷ്കമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത തുണയെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ഹെൽപ്പ് എന്ന. അതല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞ ഹീസ് പ്രസന്റ് ഹെൽപ്പ് ഇൻ ഓൾ അവർ ട്രബിൾ എന്ന് പറഞ്ഞാൽ ആ ട്രബിളിൻ്റെ അകത്ത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ആ രോഗി ആയിരിക്കുമ്പോൾ സ്നേഹമുണ്ട്, തകർച്ചയിൽ പോകുമ്പോൾ ദൈവം നിന്നെ സ്നേഹിക്കുക. Praise the Lord. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ നീ ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് നീ കഴിക്കുന്ന ഗുളികയുടെ വലിപ്പം കൊണ്ടല്ല, ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട്. പലപ്പോഴും സാത്താൻ നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, തച്ചുടയ്ക്കുവാൻ, ഇല്ലാതാക്കുവാൻ, വീട്ടിൽ കളയുവാൻ ശ്രമിച്ചിട്ടും ആരോഗ്യത്തോടെ നീ വരുന്നത് മരുന്നിന്റെ ശക്തി കൊണ്ടല്ല, തമ്പുരാന്റെ സ്നേഹം കൊണ്ട്. ഇത് മനസ്സിലാക്കാത്ത ഇസ്രായേലിനോട് ദൈവം ഒരിക്കൽ പറയുന്നു, ഐ ലവ്ഡ് യു വിത്ത് മൈ എവർലാസ്റ്റിംഗ് ലവ്. ഞാൻ നിന്നെ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചിരിക്കുക. ഒരു പാളിച്ച വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ എൻ്റെ സ്നേഹം കുറയത്തില്ല. ഞാൻ നിന്നെ നിത്യമായി സ്നേഹിച്ചിരിക്കുക. കരമുയർത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞു. ഒത്തിരി കാര്യം പറയണമെന്നുണ്ട്. കർത്താവ് ഞങ്ങളെ വിടുവിച്ച അനുഭവങ്ങൾ പറയണമെന്നുണ്ട്, സമയമില്ല. പൗലോസ് പറഞ്ഞു ദൈവസ്നേഹത്തിൻ്റെ വീതി, ദൈവസ്നേഹത്തിൻ്റെ നീളം, ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവസ്നേഹത്തിൻ്റെ ഉയരം. പിന്നെ ഫോർത്ത് ഡയമെൻഷൻ ഉണ്ടോ ദൈവസ്നേഹത്തിന്? അത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. നിങ്ങൾ അത് ക്ലാസ് ആണ് ഇച്ചിലൂടെ വിശദീകരിച്ച് പറയാം. ബൈബിൾ എഴുതുന്ന സമയത്ത് ഏൻഷ്യൻറ്റ് ഹീബ്രു ലാംഗ്വേജിൽ 8,000 വേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിടികിട്ടിയോ? നമ്മുടെ മലയാളത്തിൽ എന്ത് വാക്കുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഏഷ്യൻ ഹീബ്രുവിന് എത്ര വേഴ്സേ ഉള്ളൂ? 8,000 വേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 1 lakh വരെ എത്തിയിട്ടുണ്ട് മോഡേൺ ഹീബ്രു. അപ്പം ഈ 8,000 വാക്കുകൾ മാത്രമുള്ള ഒരു ഭാഷ എടുത്തിട്ടാണ് വിശുദ്ധ വേദപുസ്തകം എഴുതിയത്. അങ്ങനെ പഠിച്ചോണം. അതിൻ്റെ കാരണം ഈ ഹീബ്രുവിലെ ഓരോ വാക്കിനും ഒരു വാക്കിന് 4 ഡയമെൻഷനിലുള്ള അർത്ഥങ്ങളുണ്ട്. ഹലോ, 4 ഡയമെൻഷൻ വേർഡ്സ് മീനിങ് ആണ് ഈച്ച് വേർഡിന്. പിന്നെ ഡീപ്പർ മീനിങ്ങിൽ 70 അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഹീബ്രു ലാംഗ്വേജിൻ്റെ ഒരു ഗ്രോത്ത്. അതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, നമുക്കൊരു സുവിശേഷമല്ല മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം 4 ഡയമെൻഷനിലാണ് നമുക്ക് 4 വശത്തിലൂടെയാണ് നമുക്ക് കാട്ടി തന്നേക്കുന്നത്. സ്തോത്രം. പൗലോസ് പറയുക ദൈവസ്നേഹത്തിന് വീതിയുണ്ട്, ദൈവസ്നേഹത്തിന് പൊക്കമുണ്ട്, ദൈവസ്നേഹത്തിന് ആഴമുണ്ട്, ദൈവസ്നേഹത്തിന് നീളമുണ്ട്. ഈ 4 ഡയമെൻഷനിലാണ് അവൻ്റെ സ്നേഹം വെളിപ്പെടുന്നത്. ഒറ്റ വാക്കി പറയട്ടെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്രയാണെന്നറിയാമോ? നീ എത്ര ആഴമുള്ള കുഴിക്കകത്ത് നീ വീണുപോയാലും, തകർച്ചയിൽ വീണുപോയാലും, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന, നിന്റെ താഴ്ചയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുന്ന, നിന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്നേഹം മാത്രമാണ്. Praise the Lord. Hallelujah.
ദൈവസ്നേഹത്തിൻ്റെ ഉയരം എത്ര? നാട്ടുകാർ മുഴുവൻ നിന്നെ ഉയർത്തിയാലും അവർക്കാർക്കും ഉയർത്തുവാൻ കഴിയാത്ത, നാട്ടുകാർ മുഴുവൻ നിന്റെ കാല് വലിച്ച് താഴ്ത്തിയാലും നിന്റെ വളർച്ചയെ മുരടിപ്പിച്ചാലും നിന്നെ അതിശയിപ്പിക്കുന്നത് പോലെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് പറയുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിന്റെ ശ്രേഷ്ഠരോട് ഇരുത്തി. ഇന്ന് പകൽ ഈ അനുഭവമുള്ളവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ കാല തകർച്ചയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് നമ്മളെ ഉയർത്തിയവനെ സ്തുതിച്ചാട്. ഹോ റമന ശംധനാരകന. ദൈവസ്നേഹത്തിന് നീളം എത്രയാണെന്നറിയോ? ഒത്തിരി നീളമൊന്നും പറയണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ആയുസിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഭിന്നാകാരമായിരുന്നപ്പോഴേ അവൻ്റെ കണ്ണ് കണ്ടു. അവിടെ മുതൽ സ്നേഹം നിന്നെ പിന്തുടരുകയാണ്. പിന്നെ സങ്കീർത്തനക്കാരൻ പറയുക, ഞാനിങ്ങനെ നടന്ന് പോയി, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ബിയോണ്ട് ദ ഡെത്ത്. മരണത്തിൻ്റെ ഇരുൾ വരുമ്പോൾ, മരണത്തിൻ്റെ തണുപ്പ് നിന്റെ ശരീരത്തിൽ വരുമ്പോൾ, ചൂടുള്ള സ്നേഹമുള്ളൊരു കരം നിന്നെ പിടിക്കും, നിത്യതയിലേക്ക് നിന്നെ പിടിക്കും. അതാണ് അവൻ്റെ സ്നേഹം. അത് നിത്യത മുതൽ നിത്യത വരെയുള്ളതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്തിൻ്റെ വീതി എന്നാണെന്നറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല കേട്ടോ. പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസ്നേഹത്തിന് വീതിയുണ്ട്. നമ്മുടെ നാട്ടിലൊരു സ്ഥലമുണ്ടല്ലോ, ഹൈ റേഞ്ച് എന്നാണ് പറയുന്നത്. സ്ഥലപ്പേര് ഹൈ റേഞ്ച് എന്നാണേലും മിക്ക സ്ഥലത്തും റേഞ്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മിക്ക സ്ഥലത്തും റേഞ്ചില്ല. പക്ഷെ ദൈവസ്നേഹത്തിന് റേഞ്ചില്ലാത്തൊരു സ്ഥലം ഈ പ്രപഞ്ചത്തിലല്ല കേട്ടോ. ദാവീദിനോട് ചോദിച്ചേ, ശൗലിനെ ഓർത്തവൻ പേടിച്ച് അവനിങ്ങനെ ഓടി നടക്കുക. വനാന്തരങ്ങളിലൂടെ ഓടി, മരുഭൂമിയിലൂടെ ഓടി, പാറക്കെട്ടിലൂടെ ഓടി, ദിവസങ്ങൾ മാസങ്ങൾ അവൻ ഓടി നടന്നപ്പം ഒരു ദിവസം അവന് ദിക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങോട്ട് മടങ്ങി വരണം എന്നറിയത്തില്ല. ഗൂഗിൾ മാപ്പില്ലല്ലോ, വഴിയില്ലല്ലോ, ചോദിക്കാൻ ആളുമില്ല. ചുറ്റും മണലാരിടകൾ മാത്രമേ ഉള്ളൂ. ഇനി യെരുശലേമിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകും എന്നറിയാതെ ദിക്ക് കിട്ടാതിരുന്നപ്പം അവൻ എഴുതിയ സങ്കീർത്തനമാ 61-ാം സങ്കീർത്തനം. അവൻ പറയുക, ദൈവമേ, ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, അത്യുന്നതനായ പാറയിൽ നിന്ന് എന്നെ നടത്തണമേ. പ്രപഞ്ചത്തിൽ എവിടെ വഴിതെറ്റിപ്പോയാലും, എവിടെ കൈവിട്ടു പോയാലും, എവിടെ ലൊക്കേഷൻ വിട്ടാലും, ദൈവത്തിന്റെ മാപ്പിങ്ങിന്റെ അകത്ത് നീ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഓ റമന ശന്തന. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞാൻ പറഞ്ഞത് 2 മക്കളാണ്. പ്രേക്ഷകരോട് മൂത്തയാൾ പാസ്റ്ററാണ്, ഞാനും പാസ്റ്ററാണ്. സത്യത്തിൽ ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നൊരു കാലത്ത്, ആ ഹിന്ദുയിസത്തിൻ്റെ ആ പരമമായ സ്പിരിറ്റിൽ ജീവിക്കുന്നൊരു കാലത്ത് എൻ്റെ ചേച്ചി, ഞങ്ങളൊരു ദിവസം സന്ധ്യാനാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ വേഗത്തിൽ എൻ്റെ ചേച്ചിക്ക് വയറ്റിലൊരു വേദന വന്നു. പ്രൈസോടെ അവൾ വേദന സഹിക്കുവാൻ കഴിയാതെ അവൾ നിലവിളിച്ചു. ആളുകളൊക്കെ, എൻ്റെ ചെറുപ്പത്തിൽ നടന്ന കാര്യമാണ്, ആളുകളൊക്കെ വേഗം അയൽവക്കത്തുകാരെല്ലാം കൂടെ ഓടിക്കൂടി എൻ്റെ ചേച്ചി അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാർ അവളെ നോക്കിയിട്ട് പറഞ്ഞു, എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ വയറ്റിനകത്ത് ചെറിയ കുടലിൻ്റെ അകത്ത് വ്രണങ്ങൾ വന്നിരിക്കുക. ഇന്നത്തെ നമ്മൾ അൾസർ എന്നൊക്കെ പറയുന്ന പോലെ ആ വ്രണങ്ങൾ വന്നിരിക്കുക. ഞങ്ങൾ ചികിത്സിച്ച് ഭേദം വരുത്തിക്കോളാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സ്വതന്ത്രം. പക്ഷെ ഒരാഹാര വസ്തു കൊടുക്കാൻ പറ്റില്ല, വെള്ളം കൊടുക്കാൻ പറ്റില്ല, ആഹാരം കൊടുക്കാൻ പറ്റില്ല. ഈ ആഹാരം വയറ്റിൽ ചെന്നാൽ വയറ്റിൻ്റെ അകത്ത് വ്രണമുള്ളത് കൊണ്ട് ഇൻഫെക്ഷനായിട്ട് ആൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷയില്ല, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ആഹാരം കൊടുക്കരുതെന്ന് പറഞ്ഞു. 28 ദിവസം എൻ്റെ ചേച്ചിയെ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതിട്ടിരുന്നു. 24 മണിക്കൂറുള്ള കാര്യങ്ങളിലൂടെ ട്രിപ്പ് കയറ്റുന്നുണ്ട്. 5-6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും നിലവിളിക്കും, എനിക്ക് ഒരു തുള്ളി വെള്ളം തരാമോ, ഒരു സ്പൂൺ വെള്ളം തരാമോ, എനിക്കൊരു ആപ്പിളിൻ്റെ ഒരു കഷ്ണം തരാമോ എന്നൊക്കെ ചോദിച്ച് നിലവിളിക്കുമായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ ചേച്ചി കരയുന്നതിലും വലിയ ഒച്ചയിൽ അലറിക്കരയുമായിരുന്നു. അന്ന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അമ്മ കരച്ചിലായതുകൊണ്ട് അമ്മയെ പറഞ്ഞു വീട്ടിലിരുന്ന് കുമ്മനാട്ടുള്ള എൻ്റെ വല്യമ്മ വന്ന് എൻ്റെ ചേച്ചിക്ക് കാവലിരുന്നു. ഒരു ഗ്ലാസ് വെച്ചിട്ട്, സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് വിരലുകൾ വെള്ളത്തിൽ മുക്കിയിട്ട് അവളുടെ ചുണ്ടുകൾ തേച്ച് കൊടുക്കുമായിരുന്നു, അവളെ ചുണ്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ 28 ദിവസം അവൾ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവളൊരു അബോധാവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ 28ാമത്തെ ദിവസം ഒരു വലിയ മിറക്കിളുണ്ടായി. മിറക്കിൾ എന്നാ ഉണ്ടായെന്ന് ചോദിച്ചാൽ, അവൾ വളരെ സന്തോഷവതിയായി കണ്ടു. അവൾ വർത്തമാനം പറയാൻ തുടങ്ങി. ഡോക്ടർ
വന്നപ്പോൾ ഇങ്ങനെ കൈ ചുരുട്ടിയിട്ട് ഇങ്ങനെ എന്തോ ഡോക്ടറിന് കൊടുക്കും, ഒന്നുമില്ല, ജസ്റ്റ് ആക്ഷൻ മാത്രമാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, മോളെ നീ എന്താ ഈ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അവൾ പറഞ്ഞ്, കഴിഞ്ഞ 28 ദിവസമായിട്ട് ഡോക്ടർ നിങ്ങൾ എനിക്കൊന്നും തന്നില്ലല്ലോ, പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ദൈവത്തെ കണ്ടു, ദൈവം എൻ്റെ എനിക്ക് വന്നു, ദൈവം എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ മിച്ചമുണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു. മരിക്കാറായ ഒരു പെൺകുട്ടി ദൈവത്തെ കണ്ടെന്ന് വാർത്ത കേട്ടിട്ട് ഒത്തിരി പേര് അവളെ കാണാൻ വേണ്ടി, അവൾ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ ആളുകളൊക്കെ അവിടെ വന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മാതാപിതാക്കൾ ഈ സംഭവം പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ ഒത്തിരി പേർക്ക്, ഒത്തിരി ദൈവങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പല ദൈവങ്ങൾക്ക് ഞങ്ങൾ നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലേതാ ദൈവനാ പ്രസാദിച്ചെന്ന് അറിയണമല്ലോ. എൻ്റെ മാതാപിതാക്കൾ ഓടിച്ചെന്ന് എൻ്റെ ചേച്ചി കിടക്കുന്ന കട്ടിലേക്ക് കിടന്നു. അവളോട് ചോദിച്ചു, നീ ഏത് ദൈവനെയാണ് കണ്ടേ, നീ പറയണം, ആ ക്ഷേത്രത്തിൽ പോയിട്ട് ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യാനാ. അവിടെ അതിന് ഉത്തരം പറഞ്ഞില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഭിത്തിയിൽ ഇങ്ങനെ നിരനിരയായി വെച്ച് ആരാധിക്കുന്ന ഞങ്ങളുടെ ഇഷ്ട ദൈവങ്ങളുടെ പേരുകൾ ചോദിച്ചു. നീ കണ്ടത് ഇന്നാരെയാണോ, നീ കണ്ടത് ഇന്നാരെയാണോ, ഇന്നാരെയാണോ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും ഒരു ഉത്തരം പറഞ്ഞില്ല. എൻ്റെ പിതാവ് പറഞ്ഞു, നീ കണ്ട ദൈവൻ്റെ പേര് പറയണം, എനിക്ക് അമ്പലത്തിൽ പോകണം, അവിടെ ചെന്ന് ബാക്കി കാര്യം കൂടെ ചെയ്യാനാന്ന് പറഞ്ഞപ്പം ഹൈന്ദവരായിരിക്കുന്ന, ഒരിക്കലും പള്ളി പോകാത്ത ഞങ്ങളെ ഞെട്ടിക്കുന്ന ഒരു ഉത്തരം അവൾ പറഞ്ഞു. അവൾ പറഞ്ഞു, അച്ഛാ ഇന്നലെ ആരുമല്ല, ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ യേശുവിനെ ഒരു സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞു. അത് ഇലക്ട്രിസിറ്റി അടിക്കുന്നത് പോലെ എൻ്റെ പിതാവിൻ്റെ ശരീരത്തിലൂടെ പാസ് ചെയ്തു. ഞങ്ങൾ അന്ന് വരെ പള്ളിയിൽ പോയിട്ടില്ല, അന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, ഉപദേശിമാരും പറഞ്ഞതില്ല. മരണത്തിൻ്റെ താഴ്വരയിൽ ഞങ്ങളുടെ ചേച്ചിയാണ് ആദ്യം യേശുവിനെ കുറിച്ച് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലായി, ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്ത ആഴങ്ങളുടെ തകർച്ചയിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അതത്ര വലുതാ. കരങ്ങളെ തട്ടി എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും, നിന്റെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയിലും നിന്നെ വിടുവിപ്പാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാ. കരമുയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. 8 കാര്യം പറയണം, നമുക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇവിടെ പറയാ, കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ അവർ ചോദിക്കുക, ഏതിനാൽ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു? ഒത്തിരി ഇനി സാക്ഷ്യം പറയാനുണ്ട്. അത് ഞങ്ങളുടെ ദാറ്റ്സ് നോട്ട് അവർ കൺവേർഷൻ സ്റ്റോറി, അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. മറ്റൊരു അത്ഭുതകരമായ വിടുതലിലൂടെയാണ്, മരണകരമായ മറ്റൊരു രോഗത്തിൽ നിന്ന് എൻ്റെ പിതാവിന് ദൈവം സൗഖ്യം കൊടുത്തതിലൂടെയാണ് ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞത്. പലരും ചോദിക്കാറുണ്ട്, അപ്പനും 2 മക്കളും എങ്ങനെയാണ് ഈ പാസ്റ്റർമാരായി? എൻ്റെ ചേച്ചി മരിച്ചിരുന്നു. എൻ്റെ ചേച്ചിയുടെ അതേ രോഗം എൻ്റെ പിതാവിന് വന്നു, അതേ രോഗം എനിക്ക് വന്നു. ഒരേ രോഗങ്ങൾ കാരണം മരണത്തിലേക്ക്, മാസങ്ങളുടെ വ്യത്യാസത്തിലേക്ക് വഴുതിപ്പോയ ഒരു കുടുംബത്തിൽ യേശു വന്നിട്ടാണ് കർത്താവ് ഞങ്ങളെ രക്ഷിച്ചേ. പ്രൈസോട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, യേശുവിനെ കണ്ടില്ലെങ്കിൽ ഇന്ന് ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നതെന്നറിയാമോ? നമ്മുടെ കർത്താവിനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഒരാഴവും ഇല്ല കേട്ടോ. ഒരു ഗ്രാമത്തിൽ ജനിച്ച് ആരും അറിയാതെ അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന എന്നെ ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ ഉയർച്ചയാ. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരോട് കൂടെ ഇരുത്തി നമ്മളെ മാനിക്കുന്ന ഉയർച്ച അവന്. പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ. പ്രൈസോടെ, തകരരുതേ. ദൈവ സ്നേഹത്തെ നീ മാർന്നു പോകരുത്, ദൈവ സ്നേഹത്തെ സംശയിക്കരുത്. ഇന്ന് ചുട്ടുപൊള്ളുന്ന ഏത് തീച്ചൂളയിലും നിന്നോടൊപ്പം നടക്കാൻ, നിന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇസ്രായേലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പിള്ളേർക്ക് തോന്നാവുന്നൊരു സംശയത്തിനോട് ഉത്തരം പറയും. ഒരു തിയോളജിക്കൽ ആൻസർ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ഉത്തരം എന്നാണെന്നറിയോ? ഇവിടെ പറയാം, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. വെരി ഗുഡ്, പ്രൈസ് ഗോഡ്, താങ്ക് യു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ഞാൻ എന്ത് ചെയ്തു? വെറുത്തു. അത് ദൈവം എന്നെ അങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തരം ഞാൻ നിങ്ങളോട് പറയാം. ഏശാവിനെ ദൈവം വെറുത്തോ? വെറുത്തു എന്നാ വചനം പറയുന്നത്. യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചേ? ആദ്യം ഏശാവിനെ നിർത്തി ഒരു MRI സ്കാൻ എടുത്തേ. അവനൊരു കുഴപ്പമില്ലായിരുന്നു, അവന് സമ്പത്തുണ്ടായിരുന്നു. യാക്കോബ് തിരിച്ചു വരുമ്പം യാക്കോബിനേക്കാൾ സമ്പന്നനാ. ഭാര്യയുണ്ട്, പിള്ളേരുമുണ്ട്. അവന് കോവിഡും വന്നില്ല, അവൻ അഞ്ചാമനെയും വന്നില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞു. പിന്നെ ദൈവം, എന്നാൽ ദൈവം സ്നേഹിച്ചെന്ന് പറയുന്ന ഈ അച്ചായനോ ചെല്ലുന്നിടത്ത് മുഴുവൻ അവൻ്റെ കയ്യിലൊരു കൂടെ ഉണ്ട്, എന്നാലും ചെല്ലുന്നിടത്ത് മുഴുവൻ പ്രശ്നമാണ്. ഒരിക്കൽ പുള്ളി തന്നെ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ ഞാൻ ശീതം കൊണ്ടും പകൽ വെയിൽ കൊണ്ടും ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. പുള്ളിയുടെ രൂപമൊക്കെ മാറി, എന്ത് സ്മാർട്ടായിട്ട് അങ്ങ് ഓടിപ്പോയി. തിരിച്ചു വന്നപ്പോൾ തന്നെ എന്നെപ്പോലെ ചാണത്തലേനുമായി, ഗ്ലാമറും പോയി, പ്രശ്നമായി. പക്ഷെ ദൈവം പറയാം, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ ദൈവം സ്നേഹിച്ചെന്ന് പറഞ്ഞവൻ എന്നും കഷ്ടപ്പാടാണ്. എന്നിട്ട് നമ്മൾ പറയും, അതല്ല, അങ്ങനെ നമ്മുടെ ജീവിതവും കഷ്ടമാണ്. ഒന്നുമല്ല, എൻ്റെ അർത്ഥം അതല്ല.
ഏശാവിനെ ദോഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നെ മൈൻഡ് ചെയ്തില്ല, അഴിച്ചങ്ങ് വിട്ടേക്കായിരുന്നു. പുള്ളിയുടെ അഡ്രസ്സ് ചെല്ലുന്നടം പിയോ കിട്ടുന്നവർക്ക് എടുക്കാം. ഒരു സ്വത്രം പറഞ്ഞേ. ബട്ട് ഗോഡ് ഹാസ് ഡിസിപ്ലിൻഡ് ജേക്കബ്. അതതിൻ്റെ അർത്ഥം. അവൻ തെറ്റ് ചെയ്തപ്പോൾ എല്ലാം ദൈവം അടി കൊടുത്തു. അവൻ ഉപായത്താൽ അപ്പനെ ചതിച്ചെങ്കിൽ അവനേക്കാൾ വലിയ ഉപായിയായ അമ്മായിപ്പനെ ദൈവം അവന് കൊടുത്തു. ഒരു സ്വത്രം പറഞ്ഞേട്ടെ. അവൻ എവിടെയെല്ലാം പണി ഒപ്പിച്ചോ അതെല്ലാം അവനെ തിരിച്ചു കൊത്തി. പ്രൈസ്. അവൻ എവിടെയല്ല. കാരണം എന്നാണെന്നറിയാം, ദൈവം വടിയും കൊണ്ട് പുറകെ നടക്കുകയായിരുന്നു. കാരണം ദൈവത്തിന് തൻ്റെ മക്കളെ അവൻ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലരുള്ള പാപം ചെയ്തിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഒരു പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ മിടുക്കനാന്ന് പറഞ്ഞ് സ്റ്റാർച്ച് മുക്കിയ ജുബായി ഇട്ടുകൊണ്ട് നമ്മൾ നടന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ മൈൻഡ് ചെയ്യില്ലെന്നാ. തക്ക സമയത്ത് അടിക്കേണ്ടയിടത്ത് അടിയും, ഞൊട്ടേണ്ടയിടത്ത് ഞൊട്ടും, ചില ഡിസിപ്ലിനും ഒക്കെ തന്നാൽ നീ ഓർത്തോ, ദൈവം നിന്നെ നടത്തിക്കൊണ്ടിരിക്കുക, ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുക, ദൈവം നിന്നെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമേ എന്നെ മൈൻഡ് ചെയ്യേണ്ടെന്നല്ല പറയേണ്ടത്, ദൈവം നീ എന്നെ ഡിസിപ്ലിൻ ചെയ്യണമെന്ന് പറയണം. ഈശലോ, പല വിവാദത്തിനകത്തും ഞാൻ പോകാറില്ല, പലതിനോട് സംസാരിക്കാറുമില്ല. അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, ഇതിൻ്റെ ഒന്നും വാലെ പിടിക്കാനല്ല ദൈവം നമ്മളെ നിർത്തിയേക്കുന്നത്. പ്രൈസലോ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ദൈവദാസനുണ്ട്. അപ്പോൾ ഭയങ്കര നോളജുള്ള സ്കോളർലി അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള മനുഷ്യനാണ്. കാണുന്നതിന് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണി, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം നല്ലത് പറയാനുണ്ട്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നടക്കുന്ന ഓരോ പരിപാടി കണ്ടോ, നമ്മളൊന്നും ഇതിൻ്റെ പുറകെ, കർത്താവ് നമ്മളെ ചങ്കിലെ ചോര തന്ന് വിളിച്ചത് ഇതിൻ്റെ പുറകെ നടക്കാനല്ലെന്ന്, അവന് വേണ്ടി ഫലം കായ്ക്കാനാ. ദൈവം പലരെ ഡിസിപ്ലിൻ ചെയ്യും. നമുക്കും അതൊക്കെ വന്ന് ഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവമേ എന്നെ ഡിസിപ്ലിൻ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇനി വേഗം അങ്ങ് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. സ്തോത്രം. രണ്ടാമത് ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ 6-ാമത്തെ വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഓണറിങ് ഗോഡ്. യു ആർ നോട്ട് ഓണറിങ് ഗോഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ഓണർ ചെയ്യണ്ടേ. കഴിഞ്ഞ മാസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാനഡയിൽ നിന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളി ശനി ഞായറും ആ മീറ്റിംഗ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ശനിയാഴ്ച വന്നപ്പോൾ ഒരു ചുളുങ്ങിയ ഷർട്ടൊക്കെ ഇട്ട്, അപ്പോൾ ഞാനോർത്ത് ഈ സായിപ്പം തുണിയൊന്നും തേക്കത്തില്ലേ, എന്നെ ഇങ്ങനെ വന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ നല്ല മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞു. സൺഡേ വന്നപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സൂട്ടൊക്കെ ഇട്ടാണ് മിടുക്കനായിട്ട് പുള്ളി കയറി വരിക. അപ്പോൾ ഞാൻ ചുമ്മാ ചെന്ന് പറഞ്ഞു, ഓ യു ലുക്ക് സോ ഓസം, ഭയങ്കര സ്മാർട്ടായിരിക്കുന്നു. ആ പുള്ളി പറയാം, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുന്നത് സൺഡേ ആരാധനയ്ക്ക് പോകുമ്പോഴാണ്. ഈ നാട്ടിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാന്നറിയാം, നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാനല്ല, നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നത് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളിനോടുള്ള ബഹുമാനം. ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങളെ കാണാൻ വിളിച്ചാൽ നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടായിരിക്കും പോകുന്നത്? ഏതെങ്കിലും പഴയത് എടുത്തിട്ടുണ്ട് പോവോ? ഇല്ല. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് വാങ്ങിക്കാവുന്നതിൻ്റെ ഹയസ്റ്റ് ആയിട്ട് മേടിക്കും. കാരണം ദാറ്റ്സ് റെസ്പെക്റ്റിംഗ് ഹിം. ദൈവം പറയാ, നിങ്ങൾക്ക് എന്നോടുള്ള ബഹുമാനം എവിടെയാണ്? പലപ്പോഴും നമുക്കിതൊക്കെ കുഞ്ഞുകളിയായി മാറി, ദൈവിക കാര്യങ്ങൾ കുഞ്ഞുകളിയായി മാറി. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു കൺവെൻഷന് പോയേ. അപ്പോൾ എൻ്റെ മോനോട് ഞാൻ ഇത് അടച്ചു വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറേ ഒരു ധൈര്യമാവല്ലോ, പുള്ളി വേഗം നിർത്തുന്നുണ്ട്. പ്രൈസിലുള്ള. അപ്പം ഞാനെന്നെ എറണാകുളത്തേക്ക് പോകും. അപ്പം മോനോട് പറഞ്ഞു, മോനെ ബാഗൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. അവൻ ബാഗൊക്കെ എടുത്ത് വെച്ചു. ഞാൻ കാറെടുത്തു, ഞാനങ്ങ് പോയി. ഞാൻ മൂവാറ്റുപുഴ വന്നപ്പോൾ മോൻ എന്നെ വിളിച്ചു, പപ്പ ബാഗ് കട്ടിലായിരിക്കുന്നു. ഓ, അപ്പം ഞാൻ ടീഷർട്ടായിട്ടേക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു, മോനെ കുഴപ്പമില്ല, പപ്പ മാനേജ് ചെയ്തോളാം, ഒരു പുതിയ ഷർട്ടങ്ങ് മേടിക്കാം, അപ്പം പ്രശ്നമില്ല, പാൻറ്റ് അത് മതി. സോ അപ്പോൾ അവൻ ചോദിച്ചു, പപ്പ ബൈബിളില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, എനിക്ക് പരിചയമുള്ളൊരു വീട് മൂവാറ്റുപുഴയുണ്ട്, അവരുടെ വീട്ടിൽ നിന്നൊരു ബൈബിള് മേടിച്ചോളാം. ഓക്കെ, അവന് സന്തോഷമായി. ഞാനപ്പോൾ അവരെ ഫോൺ വിളിച്ചു, ഞാൻ വരിക, ഞാൻ എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്, എൻ്റെ ബാഗ് ഇങ്ങനെ മിസ്സായി, അപ്പോൾ എനിക്കൊരു ബൈബിള് തരണം കേട്ടോ. അയ്യോ ബൈബിളോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ബൈബിളില്ലയോ? പാസ്റ്റർ ഏതായാലും വരാം, വർഷങ്ങളായി പെന്തിക്കോസിൽ ജനിച്ചു വളർന്നവരുടെ കാര്യമാണ്, കള്ളമൊന്നും പറയല്ലേ. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബൈബിൾ എടുത്തുകൊണ്ട് തന്നു. കൊത്തുകെട്ടുമില്ല, പകുതി പേജും ഇല്ല, പല കഷ്ണങ്ങളായി. അന്നാ എനിക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായേ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും സ്തോത്രം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ, എനിക്ക് ഈ പുസ്തകത്തിന് കാര്യം പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ,
കൊണ്ടുവരാൻ പറ്റില്ല, കുറച്ച് കോപ്പീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു 2 പേപ്പർ എടുക്കണം. ഒരു പേപ്പറിനകത്ത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ മുഴുവൻ ലിസ്റ്റ്, ഒരു മാസത്തിലെ മന്ത്ലി എക്സ്പെൻഡിച്ചർ എഴുതണം. റൈറ്റ് സൈഡിൽ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ മുടക്കുന്ന മന്ത്ലി എക്സ്പെൻഡിച്ചറും എഴുതണം. നിങ്ങൾ കൊടുക്കോ ഇല്ലോ അതൊന്നും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം എന്നാ വെച്ചാൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മുടക്കുന്നതിൻ്റെ ഒരു 10-1 പോലും പലപ്പോഴും ദൈവരാജ്യത്തിലേക്ക് പോകുന്നില്ല. ഐ എം നോട്ട് ഹിയർ ടു ആസ്ക് ദ ഫിനാൻസ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ എങ്ങനെയെല്ലാം ബഹുമാനിക്കാം ആ രീതിയിലെല്ലാം ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ദൈവം പറയാം, നിങ്ങൾ എൻ്റെ നാമത്തെ എന്ത് ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ 7 കാര്യങ്ങൾ ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞേക്കാം, അപ്പം നിങ്ങൾക്ക് അത് തീരും. 3-ാമത്തെ കാര്യം വായിച്ചാട്ടെ. 3-ാമത് ദൈവം അവരോട് പറയുന്ന കാര്യമാണ് 7-ാമത്തെ വാക്യം. മലിനഭോജനം അർപ്പിക്കുന്നു. എന്താ മലിനഭോജനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണെന്നറിയോ? യാഗപീഠത്തിൽ നമ്മുടെ ചില ഹല്ലേലൂയൊക്കെ കേൾക്കണം. ഒരു സ്വത്രം പറഞ്ഞേ. എൻ്റെ സഭയിൽ ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ 2-3 പേരെ വേണമല്ലോ, 7 പേര് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട്. അയ്യോ ഞങ്ങൾക്ക് പറ്റത്തില്ല സമയം. ഞാൻ ചോദിച്ചു, CBSE സ്കൂളിൽ പോയി 9 മണി മുതൽ 5 മണി വരെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയും, ദൈവവചനം പഠിപ്പിക്കാൻ കഴിയത്തില്ല. 8 മണി മുതൽ 5 മണി വരെ അയൽവക്കറിന് പറമ്പിൽ പോയി കൂന്താലിക്ക് കിളയ്ക്കുന്നവന് പള്ളി വന്നാൽ കൈ കൊട്ടാൻ പറ്റത്തില്ല. നമ്മൾ കൊടുക്കുന്നത് മിക്കതും മലിനഭോജനമാണ്. ദൈവത്തിൻ്റെ കണ്ണി നോക്കി നമുക്ക് നോക്കും നമ്മുടെ ബെസ്റ്റാണ്. പക്ഷെ ദൈവം പറയാം, നിങ്ങൾ എനിക്ക് തരുന്നത് എന്താണ്? മലിനഭോജനമാണ്. സ്തോത്രം. 4-ാമത്തെ കാര്യം 13-ാമത്തെ വാക്യം, ഞാൻ ഇനി വഴിപാട് കടാക്ഷിക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയില്ല. നിങ്ങൾ യാഗപീഠത്തെ കണ്ണുനീര് കൊണ്ടും കരച്ചിൽ കൊണ്ടും മൂടിക്കളയുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായോ? യാഗപീഠത്തിൽ എന്താണ് ഇവർ ചെയ്യുന്നത്? കണ്ണുനീര് കൊണ്ടും. ചിലർ പറഞ്ഞു കേട്ടുള്ളൂ സഭയ സാക്ഷ്യത്തിന്, നമ്മുടെ പണ്ട് കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിപ്പം പല സഭകളിലും ഇല്ല. ഇപ്പോൾ ഉണ്ട്, പാസ്റ്റർ പള്ളി തുറന്നിട്ട് വിശ്വാസികൾക്ക് വേണ്ടി കാത്തിരിക്കും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവിനോട് അത് നമുക്ക് നിന്നുപോയി. അപ്പം അത് പറയുമ്പം ചിലർ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ സഭയിൽ എനിക്ക് ആരോടും ഒരു വഴക്കുമില്ല, എനിക്ക് ആരോടും പണക്കില്ല, എന്നോട് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ വിട്ടേക്കണം. സൂക്ഷിച്ചോണം ആ പുള്ളിയെ. ആർക്കിട്ട് പാര വെച്ചു എന്നാ ചെയ്തെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ജീവൻ പോയാൽ പറയത്തില്ല. ദൈവം പറയാം, നിന്നെ പിടിച്ച് ഹുക്കിട്ടുകൊണ്ട് വരുമ്പോൾ നീ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? കണ്ണുനീര് കൊണ്ട് കരച്ചിൽ കൊണ്ടും എൻ്റെ യാഗപീഠത്തെ. പണ്ട് നമ്മൾ ഈ പിള്ളേരെ തല്ലാന്നേരത്ത് കൊണ്ട് വടി ഇങ്ങനെ എടുത്ത് അടിക്കാൻ ഓങ്ങത്തേ ഉള്ളൂ, ഒറ്റ കരച്ചില്ല. ഈ ഞരമ്പൊക്കെ പുറത്ത് വന്ന് ശ്വാസം മുട്ടി നമ്മൾ പിന്നെ വടിയിട്ട് നെഞ്ചത്തടിച്ച് കുലുക്കി പറിച്ച് മോനെ പോട്ടറാ. മോൻ്റെ ഐഡിയ എന്നാന്നറിയോ? നീ തല്ലരുത്, അതിനൊറ്റ മാർഗ്ഗമുള്ളൂ, എന്നെ ഉള്ളൂ, ഒറ്റ കരച്ചില്ല. നമ്മുടെ അങ്ങനെയാണല്ലോ, നമ്മുടെ ആത്മീയ ജീവിതം മുഴുവൻ കരഞ്ഞാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഒരു കാര്യം പോലും വാ തുറന്ന് ദൈവത്തോട്, ലോഡ് ഞാൻ തെറ്റിപ്പോയി, മിസ്റ്റേക്കുകളാണെന്ന് നമ്മൾ സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മൾ കരഞ്ഞുകൂടും. ദൈവം പറയാം, ആ പണി നടക്കത്തില്ല, നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമ പറഞ്ഞേ പറ്റത്തുള്ളൂ. ക്ലിയർ ചെയ്യേണ്ടത് നീ ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. നുണ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അല്ലെന്ന് നീ പബ്ലിക്കിൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കരഞ്ഞിട്ട് കാര്യമില്ല. അതാ ദൈവം പറയുന്നത്. സ്തോത്രം. ഇനി നോക്കി 5-ാമത്തെ കാര്യം, നിങ്ങളുടെ വാക്കുകളാൽ എന്നെ നിങ്ങൾ മുഷിപ്പിക്കുന്നു. അത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, യു ആർ സേയിങ് വേർഡ്സ് വിത്തൗട്ട് ഫെയ്ത്ത് എന്നാണ് അതിൻ്റെ ഒറിജിനൽ ടെസ്റ്റിൽ. എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അവിശ്വാസം പറഞ്ഞാൽ ദൈവത്തിന് മുഷിച്ചിലുണ്ടാകും. നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ഇനിയും 7-ാമത്തെ വാക്യം, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്ന് ഞാൻ അരുളി ചെയ്യുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുക, ഏതിനാൽ എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒത്തിരി അകലെയാണ്. പണ്ടത്തെ വിശ്വാസമോ പ്രാർത്ഥനയോ വല്ലതും ആണോ? ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമുക്ക്. സ്വതന്ത്രം. നിങ്ങൾ നോക്കിയേ, കത്തോലിക്കയും യാക്കോബയും ഒക്കെ വിട്ടിട്ട് കർത്താവിൻ്റെ അരികിലേക്ക് വന്നത് നമ്മൾ രാഷ്ട്രീയം കളിക്കാനോ കൂട്ടുകൂടാനോ വഴക്കുണ്ടാക്കാനാണോ? അന്നത്തെയൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ ഉറച്ചു നിന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കാനല്ലേ. ഇപ്പം നമ്മുടെ പ്രിഫറൻസ് മാറി, ഇന്ന് നമ്മുടെ ഐഡിയോളജി മാറി. പ്രൈസോട് കർത്താവ് പറയുക, നിങ്ങൾ എങ്കിൽ നിന്നും ദൂരെയായിരിക്കുന്നു. പിന്നെ പറയുക, ദൈവത്തിന് മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നു? തോൽപ്പിക്കുന്നു.
പഠിപ്പിക്കുന്നു, ദശാംശത്തിനും വഴിപാടിനും തന്നെ. ഞാൻ പറയുന്നില്ല. അടുത്ത നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു. സ്തോത്രം. എന്നിട്ട് പറയുക, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വൃഥം, അവൻ്റെ കാര്യം നോക്കുന്നതിലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ നടക്കുന്നതിലും എന്ത് പ്രയോജനമുള്ളൂ എന്ന് പറയുന്നു. സ്തോത്രം. ദൈവം പറയാം, എനിക്ക് മുഷിച്ചിൽ വരുന്നു. കാരണം പാടുന്നതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല, ഇതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്ന്, നമ്മൾ വേണേൽ അവിടെ പോയി ഇരുന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലാഘവ ബുദ്ധിയോടെ ആത്മാവിനെ കാണുമ്പോൾ ദൈവം പറയുക, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു, എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ 8 കൂട്ടം കാര്യങ്ങൾ മുഖത്ത് നോക്കി ദൈവം എണ്ണി പറഞ്ഞപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്നുപോലും ഇമാർ സമ്മതിച്ചില്ല കേട്ടോ. ഇമാരെന്നെ ചോദിക്കുക, ഏതിനാൽ നിന്നെ ഞങ്ങൾ തോൽപ്പിക്കുന്നു. ദൈവം ഒരു കാര്യം ചെയ്തു, ഇവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഇവൻ അനുഭവിക്കട്ടെ എന്ന് വെച്ചു. ദൈവം കൈകെട്ടി കസരയിലേക്ക് ഒരു ഇരിപ്പിരുന്നു. 400 years. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ അന്ധകാരത്തിന് വർഷമാണ് 400 വർഷം. ദൈവശബ്ദം നിൽക്കരുത്, നിലയ്ക്കരുത്, അത് കേൾക്കണം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ദിസ് ഇസ് മൈ ഫൈനൽ സെഷൻ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു പ്രേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസോടെ കർത്താവ് പറയാത്തതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ദൈവമക്കളെ, എല്ലാവരും കണ്ണുകളെ അടച്ച്, എല്ലാവരും കണ്ണുകളെ അടച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാരണ അമേരിക്കയിൽ ഒരു വിസിറ്റിങ്ങിന് വരുന്ന പാസ്റ്റർ വന്ന് പറഞ്ഞിട്ട് പോകുന്ന ലാഘവ ബുദ്ധിയോടെ നിങ്ങൾ എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിവിടെ വന്നത് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാ, ഒരു സന്ദേശം നിങ്ങളോട് പറയാൻ വേണ്ടിയാ. ചിലപ്പോൾ ചോദിച്ചു പറഞ്ഞൊക്കെ ആയിരിക്കാം മീറ്റിംഗ് എടുത്തത്, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, പരിശുദ്ധാത്മാവിനെ അയച്ചതാ ഇന്ന് പകൽക്കാലം ചിലരെ ക്ലിയർ ചെയ്യുവാൻ. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്താൻ വന്നതല്ല, ബട്ട് ഐ വാണ്ട് ടു ബിൽഡ് യുവർ ക്രിസ്ത്യൻ ലൈഫ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പണിതുറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിയോഗിച്ചയച്ചേക്കുക. റെസ്പോൺസ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചാട്ട്, എല്ലാ നാവുകളും ചലിപ്പിച്ചാട്ട്, പ്രായമുള്ളവരും എല്ലാവരും പ്ലീസ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, നിങ്ങൾ ദൈവത്തോടൊന്ന് നിരന്നാട്ട്. കർത്താവെ, ഏതിനാൽ, എന്തിനാൽ, അങ്ങനെ ഉണ്ടോ എന്നൊന്നും ചോദിക്കാതെ ഐ സറണ്ടർ ലോർഡ്, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പാതകങ്ങളെ, എൻ്റെ പാപങ്ങളെ എനിക്ക് ബോധ്യമാക്കി തരണമേ. എന്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നടത്തുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. ഏതെങ്കിലും പാപത്തെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ. എവരിബഡി അല്പസമയം നമുക്ക് എടുക്കാം. എല്ലാവരും ഓർത്ത് എല്ലാവരും ദൈവത്തോട് സംസാരിച്ചാട്. സ്പീക്ക് ടു ദ ലോർഡ്. ഓ റമന ശബ്ദനാരകന അംതൽഗമന ജുഡമനബലവ ശാദനാരകന ഉടരദനബലവ ശാന്തൽഗമന. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഈ ജനത്തോട് മിനിസ്റ്റർ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം ഇടപെടണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ, എല്ലാ തിമിരങ്ങളും മാറട്ടെ. പാപത്തെ മറയ്ക്കുന്ന ജഡത്തിന്റെ ചിന്തകളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. കഠിനമായ ഹൃദയങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവേ ഈ ജനത്തിന് മേൽ വ്യാപരിക്കണമേ. അവരുടെ നാവുകളുടെ മേൽ വ്യാപരിച്ചാട്, അവരുടെ ശരീരത്തിന് വ്യാപരിച്ചാട്ട്. രോഗത്തിന്റെ ബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുക. ഓ റമന ശബ്ദന ജൂന ഉടരദന ബലബ ശബ്ദൽ കബന അന്ധനെ മനകെ രഗനെ ചൂട രാധന ബലബലബ ശബ്ദൽ കബന. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് മേൽ വലിയ വെളിപ്പാടുണ്ടാകട്ടെ, വലിയ നന്മകൾ ഉണ്ടാകട്ടെ. കർത്താവേ, Lord, I thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. കർത്താവേ, നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആസ് എ ചർച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് അവിടുത്തെ വചനം പഠിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. ഞങ്ങൾക്ക് തന്ന വചനത്തിന് ഇൻസൈറ്റിനായി സ്തോത്രം. കർത്താവ്, ഇതിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട്. ഞങ്ങളെ കൺവിൻസ് ചെയ്യണമേ കർത്താവ്. ചിലപ്പോൾ ഞങ്ങളുടെ ജഡം അതിനെയൊക്കെ മറച്ചു വയ്ക്കും, ഞങ്ങളുടെ ബുദ്ധി ചിലതിനെ മറച്ചു വയ്ക്കും. ബ്രേക്കസ് ലോർഡ്, ബ്രേക്കസ്. ഞങ്ങളെ ഉടച്ച് പണിയണമേ കർത്താവെ. കുശുവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോ റമന ശംധന ഉടരതന ബലഭ ശംധനേരകനെ. യേശുവിൻ്റെ നാമത്തിൽ ചിലരെ കർത്താവ് ബിൽഡ് ചെയ്യണമേ. കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചില തടങ്ങളിൽ തടസ്സപ്പെട്ട് വഴികൾ മുടങ്ങി അവസരങ്ങൾ കിട്ടാതെ ഞെരുങ്ങുന്ന ചിലരെ കർത്താവ് ഉയർത്തണമേ. കർത്താവേ, നിൻ്റെ അഭിഷേകം അവരുടെ മേൽ പകരണമേ. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കത്തക്കവണ്ണം അഗ്നിജ്വാലയുടെ അനുഭവമുള്ള ഒരു നാവ് അവരുടെ മേൽ വെളിപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പണിയണമേ കർത്താവെ. സാത്താൻ അവരെ തെറ്റിച്ച് കളയാതെ, ബുദ്ധിയുടെ പ്രമാണത്തിൽ നടക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയമായി നടപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലൊരു കൃപ പകരണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ ദാസനായ അടിയനെ കരുണയോടെ നീ ഓർത്തുവല്ലോ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുവാൻ എനിക്ക് അവസരം തന്ന സഭയോട്, എൻ്റെ ലീഡർഷിപ്പിനോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.
ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദൂതനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മുടെ തമ്പിച്ചാൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord.